വിഷമങ്ങളോ ദുഃഖങ്ങളോ ഏറെ പ്രയാസം, ജോലിയില്ലാത്ത അവസ്ഥ, കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, ആകുലത, ഉത്കണ്ഠ, എത്ര പൈസ കിട്ടിയാലും മതി വരുന്നില്ല, കടം തീർക്കാൻ പല പല പ്രശ്നങ്ങൾ. പ്രാർത്ഥനയുടെ ഇടയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥനയിൽ, സമൂഹ പ്രാർത്ഥനയിൽ, ബലിയർപ്പണത്തിലെല്ലാം കർത്താവിന്റെ ആത്മാവ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാല് നമ്മുടെ ഹൃദയത്തില് അതിന്റെ സമാധാനം, സന്തോഷം, അല്ലെങ്കിൽ അതിലേറെ ആനന്ദം അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഈശോ നമ്മളോട് പറയുകയാണ്, ഈശോയിൽ നിന്ന് ഏതെങ്കിലും കാര്യത്തില് കാരണത്താൽ നമ്മൾ അകന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ കൂടെ നിന്ന് നമ്മൾ യേശുവിനെ അറിയാതെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബലിയർപ്പണത്തില്, പ്രാർത്ഥന വേളയിൽ, വ്യക്തിപരമായ പ്രാർത്ഥനയില് യേശുവിൽ നിന്നും അകന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ട് കൊറിന്തോസിന്റെ 11-ാമത്തെ വചനത്തിൽ 3-ാം തിരുവാക്യം ഞാൻ ഇങ്ങനെ വായിക്കാം. 2 കൊറിന്തോസ് 11-ാം അധ്യായത്തിൽ 3-ാം തിരുവാക്യം ഇങ്ങനെയാണ് പൗലോസ് വളരെ സങ്കടകരമായി, ആകുലയായി വിചാരിക്കുന്ന ഒരു കാര്യമാണ് ദൈവം നമ്മളോട് പറയുന്നത്. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒന്നുകൂടി വായിക്കാം. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ, വിചാരങ്ങൾ, ഭക്തി കാര്യങ്ങൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. യേശുവിൻ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് നമ്മുടെ ജീവിത യാത്രയിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ മീഡിയ വഴിയും മറ്റുള്ളവര് സംസാരിക്കുന്ന വഴിയും നമ്മുടെ സ്വന്തം വിഷമത്തിലും പ്രയാസത്തിലും, പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലത്തിലും ഉത്കണ്ഠകളിലുമെല്ലാം യേശുവിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം. നമുക്ക് പരിശുദ്ധാത്മാവിനോട് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പിതാ, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 വ്യക്തികളാണ്, ത്രിയേക ദൈവമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ഒരു വ്യക്തി എന്ന പോലെ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കണം. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തില് എത്ര പ്രാർത്ഥിച്ചാലും, എത്ര നമ്മൾ കൂടിയിരുന്നാലും യേശുവിൽ നിന്നും അകന്നു പോയതായിട്ട് കണക്കാക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആത്മാർത്ഥതയോടെ, ഹൃദയം നുറങ്ങി ദൈവം പറയുന്നുണ്ട്, നീ നിന്റെ മുഴുവൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം.
സർവശക്തിയും എടുത്ത് ഇനി ശ്രദ്ധിക്കണം. അപ്പൊ സർവശക്തിയും എടുത്ത് നമ്മൾ സ്തുതിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എന്തെങ്കിലും ഈ നിമിഷം അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് കാര്യമായിക്കൊള്ളട്ടെ, ചിന്താഗതിയില്, നമ്മുടെ ബിസിനസ്സില്, അല്ലെങ്കിൽ ഫൈനാൻഷ്യല്, നമ്മുടെ കുടുംബത്തില്, കഷ്ടപ്പാടുകളില്, രോഗത്തില്, ശരീരത്തില്, എല്ലാം എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാം, യേശുവിനെ വിട്ടുകൊടുക്കാം. യേശു പറയും എനിക്ക് വിട്ടുതാ എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ബലഹീനതയിൽ പ്രാർത്ഥിപ്പിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ്. ആ വ്യക്തിയോട് നമുക്ക് സ്നേഹം വേണം. ഒരാളോട് ഇപ്പൊ സിജോ ഒരു വ്യക്തിയാണ്, ഡാനിയൽ ഒരു വ്യക്തിയാണ്, ഡാനിയലിന്റെ വൈഫ് സ്നേഹ ഒരു വ്യക്തിയാണ്. അപ്പോ ആ സിജോടും സ്നേഹയോടും ഞാൻ സ്നേഹത്തോടെ ഞാൻ പെരുമാറണം, എന്നാലേ അവരെ എനിക്ക് കയ്യിൽ കിട്ടത്തുള്ളൂ. ആത്മാർത്ഥ സ്നേഹത്തിൽ പെരുമാറിയില്ലെങ്കിൽ സിജോ 2 പ്രാവശ്യം ഞാൻ പെരുമാറിയ സിജോന് മനസ്സിലാവും ഞാൻ ആത്മാർത്ഥത അല്ല എന്ന്. അപ്പോ ആ ഒരു വ്യക്തിയെ നേടണമെങ്കിൽ, സിജോനെ നേടണമെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി എളിമയോടെ ആ താഴ്ന്നു വന്ന് ഞാൻ സിജോന്റെ കൂടെ നിൽക്കണം. സിജോ ശരി, എനിക്ക് ഓക്കെ ശരി. അല്ലാണ്ട് സിജോന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളല്ല, വൈഫിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയാണ് യേശുവിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നത്. നമ്മുടെ വിചാരങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഫൈനാൻഷ്യൽ പ്രോബ്ലം എല്ലാം തന്ത്രപൂർവം ഹവായെ പറ്റിച്ചതുപോലെ ചതിച്ചതുപോലെ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന സകല കാര്യങ്ങളും, പൂർവികർ വരുത്തിച്ചു വെച്ച പല കാര്യങ്ങളും, നമ്മുടെ ഇതില് കുറച്ച് ഈ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ചിന്തയിലോ വിചാരത്തിലോ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, എന്തെങ്കിലും കർത്താവിനെ എതിരെ ആയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സംസാരത്തില്, വിചാരത്തില്, ചിന്തയില്, മനസ്സില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, നീരസമുണ്ടെങ്കിൽ, എന്റെ പ്രിയ സഹോദരന്മാരെ, ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള വ്യക്തിയോടുകൂടി ചേർന്ന് നിൽക്കണമെങ്കിൽ, ആ വ്യക്തിയെ നമുക്ക് കിട്ടണമെങ്കിൽ, പരിശുദ്ധാത്മാവേ എന്ന് നിലവിളിച്ചത് കൊണ്ടോ കരഞ്ഞത് കൊണ്ടോ പരിശുദ്ധാത്മാവിന്റെ മന്ത്രങ്ങൾ 1000 വട്ടം ചൊല്ലിയത് കൊണ്ടോ അത് നടക്കത്തില്ല. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തോട് ചേരണമെങ്കിൽ ഈ സ്നേഹം, ഈ കരുണ, ഈ ദയ, ഇതെല്ലാം വന്നുണ്ടെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവുമായി നമുക്കൊരു വ്യക്തിത്വം ഉണ്ടാകുകയുള്ളൂ. അപ്പോഴേ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയുള്ളൂ. അതുകൊണ്ട് 2 കരങ്ങളും ഉയർത്തിക്കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന കുറച്ചു പേരാണെങ്കിലും ചെറിയ സ്വരത്തില്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ദൈവമേ എനിക്ക് പരിശുദ്ധാത്മാവിനെ നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. Hallelujah. Hallelujah. Hallelujah.
ഇവിടെ ഇന്ന് കണ്ടുവരുന്ന ഈ കാലത്തിനനുസരിച്ച് കണ്ടുവരുന്ന പല പ്രശ്നങ്ങളും ജനങ്ങള് നേരിടുന്നു, കുടുംബങ്ങൾ നേരിടുന്നു ഞാൻ കണ്ടുവരികയാണ്. ഓരോരുത്തരുടെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വചനം പറയും, സാക്ഷ്യം പറയും, ദൈവത്തിന്റെ കൂടെ ഇങ്ങനെ നടക്കും. അതുകൊണ്ട് എനിക്ക് സന്തോഷവും ആനന്ദവും കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ആളുകള് പറയും, ബ്രദറെ ഇന്ന് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്റെ മകളുടെ കാര്യങ്ങൾ മുടങ്ങി കിടക്കുക, എത്രയോ കല്യാണം നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ ശരിയാവുന്നില്ല, എനിക്കൊരു ബെറ്റർമെന്റ് കിട്ടുന്നില്ല, ഞാൻ ഇത്ര ശമ്പളത്തിലായിട്ട് ഇതുവരെ 10-15 വർഷമായിട്ട് എനിക്ക് ശമ്പളം കൂട്ടി തരുന്നില്ല. അതുപോലെ തന്നെ ഈ ഇതിനോട് ബന്ധപ്പെടുത്തിയ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായി ഉണ്ട്. അതിനെല്ലാം നമ്മള് യേശു നാമത്തിൽ കരകയറാൻ സാധിക്കും. യേശു നാമത്തിൽ സാധിക്കുമെന്ന് ഉറപ്പു പറയാൻ കാരണം വചനത്താൽ എല്ലാം സാധിക്കും. വചനമാണ് യേശു. അപ്പൊ യേശു ക്രിസ്തുവിനാൽ എല്ലാം സാധിക്കും. അവിടെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു വ്യക്തിയെ തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി. ഈ വ്യക്തിയോട് നമ്മൾ എങ്ങനെ ആയിരിക്കുന്ന ആ ഒരു ബന്ധം, ഞാൻ നേരത്തെ പറഞ്ഞു, ഈസിയല്ല പരിശുദ്ധാത്മാവിനെ നമുക്ക് ഇങ്ങനെ കിട്ടാൻ. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ആ ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നില്ല കത്തോലിക്ക മതബോധ ഗ്രന്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു സത്യമായിട്ടും ഒരു വ്യക്തിത്വം വന്നിട്ട്. അപ്പൊ ആ ഒരു വ്യക്തിയോട് ഞാൻ എങ്ങനെ പെരുമാറും, എങ്ങനെ കൂട്ടുപിടിക്കണം എന്ന് നമുക്കറിയാം ഓരോരുത്തർക്കും. അത് അവനവന്റെ ടാലന്റ് അനുസരിച്ചിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ നമ്മളിപ്പോ ഒരാളെ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളാ വിചാരിക്കുന്നേ, അവിടെയല്ല വിചാരിക്കുന്നേ. അവിടെ നമ്മളെ പറ്റി അറിയേയില്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ നമ്മൾ സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനോട് ഒരു ഫ്രണ്ട് പിടിക്കുന്നില്ല. പരിശുദ്ധാത്മാവേ വാ, പരിശുദ്ധാത്മാവേ വാ, പരിശുദ്ധാത്മാവേ വാ എന്ന് പറയുമ്പോ നമ്മള് ദൈവത്തിൽ നിന്നും അകന്ന് നിൽക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. ഈ യേശുവിൽ നിന്നും അകന്ന് നിൽക്കുമ്പോഴാണ് ഇതിനെ കാണാത്തത്. യേശുവിന്റെ കൂടെ നിന്നാ പരിശുദ്ധാത്മാവിനെ കാണും. അപ്പൊ യേശുവിന്റെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തില് ഞാൻ കണ്ടുവരുന്ന ഒരു റിസർച്ചിൽ കണ്ടുവരികയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവർക്ക് ഞാൻ പറഞ്ഞില്ല, അന്നും ഇന്നും ഞാൻ എപ്പോഴും പറയുക, എനിക്ക് കിട്ടിയ സന്തോഷം പോലെ, യേശുവിന്റെ സന്തോഷം പോലെ നിങ്ങൾക്കും കിട്ടണം. വചനം പ്രഘോഷിക്കുന്ന സ്ഥലത്ത് കിട്ടണം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ ആഗ്രഹം. എവിടെ ചെന്നാൽ ജനങ്ങളുടെ സന്തോഷമാണ്. ഇവിടെ ഒരു ഹൈബറായർക്ക് എഴുതിയ 3:12 അധ്യായം 12-ാമത്തെ തിരുവചനത്തിലേക്ക് പറയുന്നുണ്ട്, എന്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ പൗലോസ് ശ്ലീഹ അങ്ങനെ കഷ്ടപ്പെട്ട് ആളുടെ ആകുലതയില് പറഞ്ഞു. 2 കൊരിന്തോസ് 11:3 പറയുന്നു, ഹവ്വ തന്ത്രപൂർവം ക്രിസ്തുവിൽ നിന്നും നമ്മുടെ ചിന്തകൾ. നിങ്ങൾക്ക് ഒരു ചെറിയൊരു, ഞാൻ കുറെ ഉദാഹരണം പറയാം, എന്നാലും ചെറിയ ഉദാഹരണം പറയാം. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പള്ളിയിലേക്കാണ് നമ്മൾ ഒരുങ്ങി പോകുന്നത്. ഒന്ന് കുർബാനയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുങ്ങി, ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ആ തടസ്സവും യേശുവിൽ നിന്നും അകന്നിരിക്കുന്നതും ഞാൻ കാണിക്കാൻ വേണ്ടി പറയുകയാണ്. ഇങ്ങനെ ഷോ കാണിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ടൊക്കെ പലതും മനസ്സിലാക്കി തരാണ്. നമ്മൾ കുർബാനയ്ക്ക് പോവാന്ന് വിചാരിച്ചു. ഈ വടി കുർബാനയ്ക്ക് പോവാണ്, ഇന്ന് സമയമായി, ഞായറാഴ്ചയാണ്, പോവാ എന്ന് പറഞ്ഞു. നാവ് കൊണ്ട് പറഞ്ഞു, ഉള്ളിന്ന വന്ന് നാവ് കൊണ്ട് പറഞ്ഞു. കുർബാനയ്ക്ക് റെഡിയായി. കുർബാനയ്ക്കെല്ലാം റെഡി ആയിട്ട് നമ്മൾ കുർബാനയിൽ പോയി ഇരുന്നു.
കുർബാനയിൽ പോയി ഇരുന്ന ശേഷം അവിടെ ഇരുന്ന ശേഷം നമ്മൾ എന്താ ചെയ്യുക? മുട്ടുകുത്തിയിട്ട് ചിലര് ഇങ്ങനെ വരയ്ക്കും, ചിലർ ഇങ്ങനെ വരയ്ക്കും, ചിലർ ഇങ്ങനെ ഓടി. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ ചിലപ്പോ ശരിക്കും ഇങ്ങനെ കുരിശ് വരച്ചു എന്ന് ഇരിക്കട്ടെ, ഇരുന്ന് കുരിശ് വരഞ്ഞിരുന്നു. അവിടുന്ന് എല്ലാം നമ്മൾ കേൾക്കുക. പിന്നെ അവിടുന്ന് പറയണം, നിങ്ങൾ പരസ്പരം സമാധാനം കൊടുക്കുന്നു. ചെറിയ കാര്യം. ചിലർ ഇങ്ങനെയാണ്, ചിലര് ഇങ്ങനെ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്, അവൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ല. നമ്മൾ സമാധാനം കൊടുക്കുന്നു പറഞ്ഞാൽ വലിയ കാര്യമാണ്, അത് ചെറിയ കാര്യമല്ല. അവിടുന്ന് പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ പരസ്പരം സമാധാനം കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തിരിച്ചുകൊണ്ട് ശരിക്കും സമാധാനം ഇങ്ങനെ കൊടുക്കണോ വേണ്ടേ? കൊടുക്കണോ വേണ്ടേ? കൊടുക്കണ്ടേ? വേണം. അപ്പൊ ഇങ്ങനെ ഈ സമാധാനം നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രാർത്ഥനയിലും വചനം വായിക്കുമ്പോഴും നമുക്ക് ഇതാക്കാൻ പറ്റും. ഒന്നാം അധ്യായം 11-ാം തിരുവചനത്തിൽ, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്, അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അന്യതരാണല്ലോ. നമ്മള് സിമ്പിളാന്ന് വിചാരിക്കും, സിമ്പിൾ അല്ല ഇത്. നിന്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിന്റെ ബ്ലെസ്സിങ് സ്റ്റോപ്പായി. ചെറിയ കാര്യ, പക്ഷെ ചെറിയ കാര്യമില്ല ദൈവത്തിന്. ദൈവം പറയാണ്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം കൊടുക്കുവിൻ എന്ന് പറഞ്ഞാൽ ഇവൻ എനിക്ക് സമാധാനം തരുവോ തരില്ലയോ എന്ന് നമ്മൾ നോക്കണ്ട. ഞാൻ എങ്ങനെ ശരിക്കും ദൈവത്തിന്റെ സമാധാനം തിരിച്ചുകൊണ്ട് അവന് കൊടുക്കണം, അവനിങ്ങനെ കൊടുക്കണം. ഇപ്പോഴും നടക്കുന്നില്ല, ഇതൊന്നും പറഞ്ഞാൽ തീർക്കണമെന്നല്ല. പക്ഷെ ഞാൻ പറയുകയാണ്, സത്യത്തില് ഞാൻ എന്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പോകുമ്പോഴേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു കാര്യമാണ് ഇത്. യേശു ക്രിസ്തുവിൽ നിന്നും നിന്നെ അകറ്റപ്പെടും. ചെറിയ കാര്യമായിരിക്കും. നീ വീട്ടില് പ്രാർത്ഥിക്കുമ്പോ സ്വർഗസ്ഥനായ പിതാവേ, ശിഷ്യന്മാര് ചോദിച്ചു, എങ്ങനെ കർത്താവെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. നമുക്ക് പലതും പെട്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വർഗസ്ഥനായ പിതാവെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന്. എന്നിട്ട് ആ പ്രാർത്ഥിച്ചു വരുമ്പോൾ, കർത്താവിന്റെ സുവിശേഷത്തിലാ വരുന്നത്, ആ പ്രാർത്ഥിച്ചു വരുമ്പോ 12-ാമത്തെ തിരുവാക്യം പറയാണ്, അതിന് വളരെ വ്യക്തമായി പറയാണ്, നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നുണ്ട്, ഓരോ പ്രാർത്ഥനയിൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിച്ച് തീരില്ല. ഫസ്റ്റ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന. കർത്താവ് പറഞ്ഞ അതേ പ്രാർത്ഥന നമ്മളെ എല്ലാ പ്രാർത്ഥനയും ക്രിസ്ത്യാനിയായിട്ടുള്ളവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, എല്ലാത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. സത്യത്തിൽ നീ അത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു അത് മാത്രം ചിന്തിച്ചാൽ മതി. എനിക്ക് ഇവിടുന്ന് ഇതോടുകൂടി സ്റ്റോപ്പ് ചെയ്ത് പോവാം. ആ പ്രാർത്ഥന നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത രീതിയിൽ തന്ത്രപൂർവമായി ഇത് ഹവ്വായെ പറ്റിച്ചതുപോലെ യേശുവിൽ നിന്ന് നിന്നെ അകറ്റുന്നു. നീ ആ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ടൊന്ന് ഉള്ളിലെടുത്തു നോക്കിയേ. ഇത് ദൈവം എനിക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. ഒരു പ്രാർത്ഥനയും വേണ്ട, ഒരാൾ ബുക്ക് എഴുതിയ പ്രാർത്ഥനയും വേണ്ട, അതവിടെ ഇരിക്കട്ടെ, വഴികാട്ടികളാണ്. പക്ഷെ സത്യത്തിൽ യേശു പറഞ്ഞ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന, നീ പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ നീ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഇപ്പോൾ നിന്റെ ആത്മശോധന നീ ചെയ്യേ. അപ്പൊ തന്നെ നിന്റെ ബ്ലെസ്സിങ് തടസ്സമായത് മാറിപ്പോകും. കാരണം ഇവിടെ തന്ത്രപൂർവം ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരാണല്ലോ. സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ ദൈവരാജ്യമാണ് പറയേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയത് യു എയിൽ പല നിയമങ്ങളുണ്ട്. UAE രാജാവാണ്. നമ്മളിവിടെ ഇത്രയും പ്രാർത്ഥിക്കുന്നില്ല, ഇത്രയും പള്ളികളിൽ 7 പള്ളികളിൽ
നല്ല രസത്തിൽ പ്രാർത്ഥിക്കുന്നില്ലേ? ഈ UAE നിയമം പാലിച്ചില്ലെങ്കിലേ പമ്പാണ്. ഇവിടത്തെ നിയമം പാലിച്ചിട്ട് വേണം നീ ഇതൊക്കെ ചെയ്യാൻ എന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ബ്ലെസ്സിങ് മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ ഈ ബ്ലെസ്സിങ് കടക്കണമെങ്കിൽ ദൈവരാജ്യം ഇറങ്ങണം, ദൈവനീതി ഇറങ്ങണം. ദൈവരാജ്യം ഇറങ്ങിയാൽ മാത്രമേ നിന്റെ ജീവിതത്തിലെ ആ ബ്ലെസ്സിങ് കിട്ടുകയുള്ളൂ. അതിന് തന്ത്രപൂർവം നിന്നെ ആ ചാത്താൻ അവയെ പറ്റിച്ചതുപോലെ നിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സീരിയസ്നെസ് ഇല്ലാതെ ഒരു ചുമ്മാ രാജമൻ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അതിന് 12ാമത്തെ വാക്യം ഞാൻ പറഞ്ഞില്ല. കർത്താവേ, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്റെ പാപം ക്ഷമിക്കണമേ എന്ന്. ഇത് നീ ആഴ്ത്തി പറഞ്ഞാൽ നിന്റെ പാവം ക്ഷമിക്കും. ഈ മറ്റുള്ളവരുടെ പാവത്തെ നീ ക്ഷമിക്കണേ. മറ്റുള്ളവരുടെ പാവത്തെയോ മറ്റുള്ളവരുടെ മേത്ത് ദേഷ്യവും വെറുപ്പും നീരസവും ഇഷ്ടമില്ലായ്മയും മൂഡോഫും ഉള്ളിൽ കൊണ്ടുവന്ന് ഇത് തന്ത്രപൂർവം നിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവിടെ പ്രാർത്ഥന ചൊല്ലുന്നത് എങ്ങനെയാ? ആ വാക്യം ശരിയാവുന്നെങ്കിലോ? ശരിയാവില്ല. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്, എന്നിട്ട് നമ്മളെ ദൈവം സേവിക്കുകയാണ്. നിയമാവർത്തന പുസ്തകത്തിൽ 29ാമത്തെ അധ്യായം, നിയമാവർത്തന പുസ്തകം 29ാമത്തെ അധ്യായത്തില് 18ാമത്തെ തിരുവാക്യം എന്ന് വാക്യം. അവരുടെ ദേവന്മാരെ സേവിക്കാനായി നമ്മുടെ ദൈവമായ കർത്താവിൽ നിന്ന് ഇന്ന് തന്റെ ഹൃദയത്തെ അകറ്റുന്ന പുരുഷനോ സ്ത്രീയോ കുടുംബമോ ഗോത്രമോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിന്റെ പേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കുടുംബക്കാര് പറഞ്ഞു തരുന്നു, നമ്മുടെ പള്ളിയിൽ പറഞ്ഞു തരുന്നു, കാറ്റഗിസത്തിൽ പറഞ്ഞു തരുന്നു. പക്ഷെ സത്യത്തിലൊന്ന് ആലോചിക്കുക, ഞാൻ ഒരാള്, സാധാരണ ഒരാൾ, യേശുവിനെ അറിയാത്ത ഒരാൾ, എനിക്ക് യേശുവിനെ ഇഷ്ടമായി, യേശുവിനോട് എനിക്ക് വിശ്വാസമായി. എങ്ങനെയോ വിശ്വാസമായി, എങ്ങനെയൊന്നല്ല, വചനം കേട്ടപ്പോൾ വിശ്വാസമായി. വചനം കേൾക്കാതെ അവന് വിശ്വാസമായിട്ട് അവൻ ചോദിക്കുക, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല, എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുക, എനിക്കൊന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു തരുമോ എന്ന് നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഈ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? ഒരു ബുക്ക് എടുക്കും, മാതാവിന്റെ ബുക്കുണ്ട്, കന്താനിയുടെ ബുക്കുണ്ട്, നൊവേന ബുക്കുണ്ട്, ബൈബിളുണ്ട്, വായിക്കും. ഈ പ്രാർത്ഥന ആരെങ്കിലും പറഞ്ഞു? സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം കൊണ്ട് ആദ്യത്തെ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തു. ഈ പ്രാർത്ഥന, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് പറഞ്ഞു വന്നത് നമുക്ക് എല്ലാവർക്കും കാണാപാഠമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടി, പക്ഷെ ബ്ലെസ്സിംഗ് ഒന്നും കിട്ടുന്നില്ല. ബ്ലെസ്സിംഗ് കിട്ടണ്ടേ? നമുക്ക് ബ്ലെസ്സിംഗ് കിട്ടണ്ടേ? ബ്ലെസ്സിംഗ് കിട്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന്റെ അടിയിലൊരു വചനമുണ്ട്, നിയമാവർത്തനം 29:19 പറയുന്നുണ്ട്, അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. എല്ലാം കാണുന്നു. ബ്ലെസ്സിംഗ് പോകുന്നതാ. ഞാന് പ്രാർത്ഥനയാ. എനിക്കൊന്നും അറിയാം. ആ സ്ത്രീയെ നാട്ടില പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് കഷ്ടം തോന്നി. 4 മണിക്ക് എണീക്കുക, ഉപവാസം എടുക്കുക, പ്രാർത്ഥിക്കുക, ഭയങ്കര പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്ന് റെസ്റ്റ് കൊടുക്ക്, പ്രാർത്ഥിക്കുക വേണം, റെസ്റ്റ് കൊടുക്കുക. എന്റെ മകന് വരെ ശരിയായിട്ടില്ല, വിവാഹം ശരിയായിട്ടില്ല, ജോലിയും ശരിയായിട്ടില്ല. ഞാൻ കർത്താവിനോട് എന്തോരം ഞാൻ ചെയ്യുന്നു, ഒന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാനിങ്ങനെ വഴിയിൽ കുർബാന കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സമയത്താണ് ഇങ്ങനെ വന്ന ചേച്ചി ഇങ്ങനെ പറയുന്ന, സാധാരണമായിട്ട് പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കാട്ടോ. കാരണം ഞാൻ കാണുകയാണ് ഈ ചേച്ചി എന്നെക്കാണ്ട് വലിയ പ്രാർത്ഥനയാണ്. ഞാനൊന്നും പ്രാർത്ഥനയല്ല, എന്തോ ഒരു വില കൊടുത്ത് സമയം കൊടുത്ത് ആ ചേച്ചി പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിലുണ്ടാവും അതുപോലെ ഭയങ്കര പ്രാർത്ഥന, ഒരുപാട് പ്രാർത്ഥിക്കുക. അപ്പൊ എന്നിട്ട് ഇത് ശരിയാവില്ല. അപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം കണ്ടപ്പോ വെറുതെ ശരിക്കും പ്രാർത്ഥിക്കുന്നില്ല എനിക്ക് വേണ്ടി. എന്താ സിസ്റ്റർ അങ്ങനെ പറഞ്ഞ്? ഞാൻ വെളിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, സത്യമായിട്ട് ഞാൻ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? അല്ല, ബ്രദർ പ്രാർത്ഥിക്കുന്നു. അത് എനിക്ക് ഒരു സുഖമില്ലാത്ത ഒരു വർത്താനം ഇങ്ങനെ പറഞ്ഞു. അത് ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴേ എന്തെങ്കിലും ഒരു കുറവ് വെച്ചു ഞാൻ പ്രാർത്ഥനയിൽ. കൃഷ്ണൻ ഇങ്ങനെ പറയുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അന്ന് രാത്രി ഉറക്കമില്ല. നിങ്ങളൊക്കെ എങ്ങനെ ഇരിക്കണേ? ഉറക്കം എന്റെ പേര് ഉറക്കം പോയിട്ട് എന്താ ചെയ്തതാ? പിറ്റേ ദിവസം രാവിലെ 4 മണിക്ക് എനിക്ക് എന്നും രാവിലെ 4 മണിക്ക് എണീച്ച് കുരിശ് വരച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവെ, ഞാൻ ഇനി ബലി അർപ്പിക്കുന്നതിന് മുമ്പ് ഈ സിസ്റ്ററിനെ ഞാൻ നിന്റെ മുമ്പിൽ കൊണ്ടുപോയി ബലിയർപ്പിക്കുന്നതിന് മുമ്പ് കടന്നു പോകുമ്പോഴേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ആധാറിന്റെ ഒരു ക്രിസ്തുവിനെ അവിടെ കൊണ്ടുവരും, പറയും ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ഇനി ഞാൻ പറയും കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കയറി എന്റെ ഇഷ്ടത്തിൽ ഞാൻ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു. എനിക്ക് മനസ്സിലായി എന്തോ ഒരു ഇതുണ്ടെന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് മനസ്സിലാക്കി. അപ്പൊ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ എനിക്ക് കിട്ടി, അന്ന് കിട്ടിയതാണ്, അന്ന് എനിക്ക് സിസ്റ്റർ ഒരു കാര്യം ചെയ്യും. സിസ്റ്റർ ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചോ. ബാക്കിയൊക്കെ പ്രാർത്ഥിച്ചോ, ഈ ബ്രദർ അത് പ്രാർത്ഥിക്കില്ല എന്ന് പറയണ്ട, അതൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ആരാധനയുടെ മുമ്പിൽ നിങ്ങൾ നിർത്തി ഒരു 3 പ്രാവശ്യം ആ വചനമാണ്, അത് വചനമാണ്, ആ പ്രാർത്ഥന വചനം, അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ 12ാമത്തെ വാക്യം വരുമ്പോൾ എനിക്ക് ആരോടെങ്കിലും ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം വരുമ്പോ അവിടെ ഒന്ന് സ്ലോ ആക്കി ദൈവത്തിന്റെ മുഖാമുഖം നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും എന്തെങ്കിലും അതും ഞാൻ കിട്ടിയത് പറഞ്ഞതാ. ഇങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ല, കിട്ടിയത് ഞാൻ പറഞ്ഞതാ. അതേപടി ഞാൻ പറഞ്ഞ അതേപടി പോയി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞില്ല, മകൻ ഓടി വരികയാണ് ജോലി കയ്യെടുത്ത്. അന്നേരം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അവർക്ക് ജോലി കിട്ടിക്കോട്ടെ. അന്നേരം രാത്രി എനിക്ക് ഉറക്കമില്ല. ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയാണ്. അവരോട് ഞാൻ പറഞ്ഞു സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇത് പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് ഞാൻ എന്റെ ആത്മാവില് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ പല സ്ഥലങ്ങളിലും ഞാൻ ദൈവത്തിൽ നിന്നും അകന്നിരിക്കും. ആ ചേച്ചീനൊന്ന് തട്ടി ഉറങ്ങുമ്പോ തട്ടാ പറയും. അപ്പൊ ഈ പ്രാർത്ഥനയല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഈ വളരെ വ്യത്യാസം വരും. ഈ പ്രാർത്ഥനയും സ്വർഗസ്നായ പിതാവിന്റെ പ്രാർത്ഥനയില് ഭയങ്കര വിവരങ്ങളെ പരിശോധിക്കുക. ആ പ്രാർത്ഥന വചനമാകുന്നു. ആ പ്രാർത്ഥന യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അത് എനിക്ക് തന്ന പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കും. വേറൊക്കെ മാറ്റി നിർത്തുക. തൽക്കാലത്തേക്ക് അത് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്ത വചനമൊക്കെ വായിക്കണം. ഇത് വചനമാണ്. നിങ്ങൾ സ്വർഗസ്ഥനായ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കില്ലേ, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അത് നിർത്തി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് നിർത്തി അത് ആസ്വദിച്ച് അങ്ങനെ നിങ്ങൾ സ്പഷ്ടതയോടെ നിങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് പറ, ദൈവമേ ആത്മാവേ, എനിക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും അങ്ങിൽ നിന്നും അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് നീ പറഞ്ഞ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ
നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യം ഇറങ്ങി വരും. ദൈവം വന്നിട്ട് UAE നിയമം തന്നതുപോലെ നിന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ നിയമം നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുസ്തകം 17-ാം അധ്യായത്തില് ജെറേമിയയുടെ പുസ്തകം, ജെറേമിയ ആരെങ്കിലും പഠിക്കണം. ജെറേമിയയുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തില് 5-ാമത്തെ തിരുവാക്യം. കർത്താവ് അരുൾ ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബിക്കുകയും ചെയ്തത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവർ ശക്തൻ. എന്താ കർത്താവ് അരുളി ചെയ്യുന്നു? കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ. നമ്മൾ അറിയാതെ ഈ ഹവ്വായെ തിരിച്ചതുപോലെ തന്ത്രപൂർവം ഈ ദൈവസന്നിധിയിൽ നമുക്കൊരു വാല്യൂ തന്നിട്ടുണ്ട്, നമുക്കൊരു പവർ തന്നിട്ടുണ്ട്, നമുക്കൊരു വാള് തന്നിട്ടുണ്ട്, നമുക്കൊരു പരിചയം തന്നിട്ടുണ്ട്. ഈസിയല്ല, ഇത് പവർഫുൾ ആണ്. ഇത് നമ്മൾ പവർഫുൾ ആണ്. ചില വീടുകളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ബൈബിൾ വെച്ചിരിക്കുന്നത് കാണാം. ബൈബിളിന്റെ ഉള്ളിലാണ് സ്ലൈഡ് വെക്കുക, ബൈബിളിന്റെ ഉള്ളിലാണ് പണം വെക്കുക, ബൈബിളിന്റെ ഉള്ളിലാണ് ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോ പണം എന്തോ കിട്ടി, അയ്യോ ഇത് പണം നമ്മൾ എടുത്തു എന്നിട്ട് എനിക്ക് തന്നു. ഒരു വേലി നമ്മുടെ രക്ഷകൻ നമുക്ക് തന്നിട്ടുള്ള ഗൈഡ്. ഇത് വായിച്ച് ഫുള്ളായിട്ട് വായിക്കുമ്പോ ഞാൻ എന്നെ തന്നെ അറിയുന്ന ബൈബിള് മുഴുവൻ വായിച്ച ആൾക്കറിയാം ആരാണെന്ന്. അപ്പൊ ഇതിനൊരു വില കൊടുക്കണം, ഇതിനുള്ള വചനത്തിന് വില കൊടുക്കണം. ഇത് വില കൊടുക്കാതെ നമുക്ക് എങ്ങനെ ബ്ലെസ്സിങ് വരുന്നാണ് പറയണേ എന്ന് പറയൂ. പല കാര്യങ്ങളും നമ്മുടെ തലയിൽ ഓടും, പല കാര്യങ്ങളും പല ചിന്തകളും മനുഷ്യനെ ആശ്രയിക്കരുത്. മനുഷ്യന്റെ ഇത് പറഞ്ഞാൽ സിംബോളിക്കായിട്ട് കൊടുത്തിരിക്കുന്ന മീഡിയ, മറ്റുള്ള പറച്ചല്, ഇത് പറച്ചല്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സത്യത്തിന് ആത്മാർത്ഥമായിട്ട് പറയട്ടെ, എനിക്ക് മനസ്സിലായ അന്ന് മുതൽ ഞാൻ കുർബാനയ്ക്ക് എപ്പോ പോയാലും ആരെന്റെ അടുത്തിരുന്നാലും ശരി, ഞാൻ അവർക്ക് ലെഫ്റ്റ് റൈറ്റ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ സത്യമായിട്ട് സമാധാനം തിരിച്ചോട് പോയി. അയാൾ വിചാരിക്കും ഞാൻ കളിയാക്കണാണ്. എനിക്കതൊന്നും വിഷയമല്ല. ദൈവത്തിനെ റെസ്പെക്ട് ചെയ്യാം, ആ വചനത്തെ റെസ്പെക്ട് ചെയ്യാം, ആ കുരിശിന് വരയ്ക്കുമ്പോ അതിനെ റെസ്പെക്ട് ചെയ്യാം, ആ കുരിശിനോടുള്ള റെസ്പെക്ട്. നീ എത്രത്തോളം ദൈവത്തോട് അടുക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്ന് നിൽക്കാണ്. നമ്മൾ അറിയുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 2 Corinthians 11:3 ഹവ്വായെ തന്ത്രപൂർവം മാറ്റി നിർത്തിയതുപോലെ നമ്മുടെ മനസ്സിന്റെയും ചിന്താഗതിയും ഫൈനാൻഷ്യൽ പ്രോബ്ലം, മറ്റേ പ്രോബ്ലം, ആ പ്രോബ്ലം, ഈ പ്രോബ്ലം ഇതെല്ലാം ഇട്ടാണ് കർത്താവിന്റെ മുന്നിൽ വരണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓപ്പണായിട്ട് ഞാൻ ചോദിക്കുക. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ എത്തുമ്പോ ഞാൻ ഡാനിയിലാണ് വരണതെന്ന് കർത്താവിന് അറിയൂ? ബലിയർപ്പിക്കാൻ പോകുമ്പോ അറിയൂ? നമ്മൾ ബലിയർപ്പിക്കാൻ പോകുമ്പോ ഭാര്യയും ഭർത്താവും ബലിയർപ്പിക്കാൻ പോകുമ്പോ ഭാര്യയും ഭർത്താവും ആണെന്ന് വരുന്നെന്ന് കർത്താവിന് അറിയോ? ഇല്ലേ? അറിയാം. അമ്മ ഉറച്ചു പറ, അറിയാം. അറിയാം. അതിന് സംശയമില്ല. അവിടെ ചെന്ന് ഞാൻ വന്നിരിക്കുന്ന പ്രസന്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ ദേർ, ബലിയർപ്പണത്തിന് നിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീ ഇരുന്നാൽ മതി. ഹി നോസ് എവറിത്തിങ്. പിന്നെ നമ്മുടെ ആള് പറയുന്നതാണ് ചെയ്യേണ്ടത്, നമ്മൾ പറയുന്നതല്ല ആള് ചെയ്യേണ്ടത്. ഇത് മറച്ചിട്ട് പറഞ്ഞേ, എനിക്ക് ജോലി എന്റെ വീട്ടില് പണി ശരിയായിട്ടില്ല, എന്റെ കടം വീടിയിട്ടില്ല, അത് എന്നിട്ട് നമുക്ക് നോക്കാം. പ്രൈസോട് ശാസ്യം പറയാം. ഏത് നമ്മുടെ വിചാരങ്ങൾ പോലും ആരറിയുന്നു? കർത്താവ് അറിയുന്നു. നമ്മൾ അവിടെ പോകുമ്പോ മാതാവ് എന്താ പറഞ്ഞേ? അവൻ പറയുന്നത് നീ ചെയ്യും. ഓക്കെ, നമുക്കിപ്പോ കുറച്ച് ശമ്പളമുണ്ട്, ബാങ്കിലിട്ടുണ്ട്, നാട്ടില് വീടുണ്ട്, സ്വത്തുണ്ട്, സ്ഥലമുണ്ട്.
നമ്മള് കുഴപ്പമില്ല, നീ ഇപ്പൊ ഇവിടുന്ന് റിട്ടയർഡ് ആയാലും നോ പ്രോബ്ലം, നീ ഒരു കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആരും. ഇപ്പൊ ഫ്ലൈറ്റ് പോയാൽ പൊക്ക് കണ്ടില്ലേ? ഫ്ലൈറ്റ് പോയാൽ പൊക്ക് കണ്ടില്ലേ? ആര് ഇപ്പൊ ആൾക്കാരൊക്കെ മരിച്ചുപോയി, മരിച്ചവർക്ക് കഷ്ടം. എന്നിട്ട് ഇവിടെ കളന്ന് തല്ലുപിടിക്കാണ്. ഇതിന്റെ പ്രോബ്ലമാണ്, പെട്രോളിന്റെ പ്രോബ്ലമാണ്, അതിന്റെ പ്രോബ്ലമാണ്, ഈ പ്രോബ്ലമാണ്, ആ പ്രോബ്ലമാണെന്ന് പറഞ്ഞു. വലിയ കാര്യമില്ല. ഇതുപോലെയാണ് നമ്മൾ. ഏത് സമയത്തും പോവാം, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആയിരിക്കുന്ന യേശുവിന്റെ കൂടെ ഒട്ടി നിൽക്കുമ്പോൾ ആത്മാർത്ഥതയിൽ നിൽക്കുക, പവർഫുൾ ആയിട്ട് നിൽക്കുക. പോയാ പോട്ടെ, നമുക്ക് എന്ത് യോഗ്യതയുണ്ട് കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കാൻ? കർത്താവ് തെരഞ്ഞെടുത്തിട്ടല്ലേ, കർത്താവിന്റെ വിശ്വാസമല്ലേ നമുക്ക് തന്നെ. അതിന് നന്ദി കാണിക്കട്ടെ. വിശ്വാസം കർത്താവ് തന്നു. നമ്മളല്ല കർത്താവിനെ തെരഞ്ഞെടുത്തത്, കർത്താവാണ് നമ്മളെ തെരഞ്ഞെടുത്തത്, കർത്താവാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഇത്രയും ഉറപ്പുണ്ടാവണം ഉള്ളില്. ഞാൻ പറഞ്ഞ ഉറപ്പുണ്ടായിട്ട് പോ. ഈ വചനത്തെ വിശ്വസിക്ക്, യേശുവിനെ വിശ്വസിക്ക്, യേശു നിന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്ക്. ഈ വിശ്വാസം നീ അർപ്പിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ ഭൗതികമായ കാര്യങ്ങളിൽ, ലൗകികമായ കാര്യങ്ങൾ മുന്നിൽ വിഷൻ കണ്ടുകൊണ്ട് യേശു നടത്തി തരും എന്ന് പറഞ്ഞ് അത്ഭുതം നടത്തി തരും, ലോക ശുശ്രൂഷ നടത്തി തരുമെന്ന് നിന്റെ സ്വന്തം ചിന്തയിൽ, മാനുഷിക ചിന്തയിൽ നീ ചിന്തിച്ച് പോയിരിക്കണം. നീ സങ്കടപ്പെട്ട് വരും. പിന്നെ യേശുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പട്ടെ അജ്ഞതയായി, അറിവില്ലായ്മയായി, അവിടെ അന്ധതയായി. ഇതാണ് തന്ത്രപൂരം. യേശുവിൽ നിന്നും നിന്നെ അകറ്റിയിരിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം. യേശുവിൽ നിന്നും പല സമയത്തും തന്ത്രപൂർവം, അതാണ് തന്ത്രപൂർവം. നമ്മളെ അറിയില്ല, നമ്മളെ അകറ്റിക്കൊണ്ടുപോകും, നമുക്കറിയില്ല. മാർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം, മാർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവാക്യം. അടുത്ത ദിവസം അവർ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകും എന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും കണ്ടില്ല. അത് ഞാനൊരു കാഴ്ചപ്പാട്. അതായത് കർത്താവ് ശപിക്കുന്നുണ്ട്, അത്തിമരത്തെ ശപിച്ചു. നമ്മളെ ശപിക്കുന്നതല്ല ഞാൻ പറഞ്ഞു. നമ്മള് ഓട്ടോമാറ്റിക്കലി ഈ തന്ത്രപൂർവമായ പിശാചിന്റെ പിടിയിൽ, ഞാൻ പറഞ്ഞു ഈസി. അവിടുന്ന് പറയാണ്, അച്ഛൻ പറയാണ്, സിമ്പിളായിട്ട് പറയാണ്, നിങ്ങൾ എല്ലാവർക്കും സമാധാനം കൊടുക്കുകയും, ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും. ഭാര്യയും മക്കളും പോലും ശരിക്കും സമാധാനം തരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഭാര്യയോടും മക്കളോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം സമാധാനം, ആ ഒരു സമാധാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു ആത്മാർത്ഥതയും ഒരു സിൻസിയാരിറ്റിയുടെയും ഒരു വലിയൊരു കാര്യത്തിലാണ് അത് പോവുക. അതാണ് അതിന്റെ കാര്യം. ഇപ്പോ മത്തായിയുടെ സുവിശേഷത്തില് 25-ാമത്തെ അധ്യായത്തില് 40 അനന്തരം അവൻ തന്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്നകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അതായത് ഇത് നമ്മുടെ ദൂർത്തുപുത്രൻ അറിയാം. ദൂർത്തുപുത്രന് ഇത് ഒരു കാര്യം, ദൂർത്തുപുത്രനെ അറിയാം. പിതാവിന്റെ അടുത്ത് എല്ലാം ഉണ്ട്, കായനെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് അവൻ ആ സ്വത്തുകാരൻ, പിതാവിന്റെ സ്വത്ത് മേടിച്ച നിമിഷം തൊട്ട് അവൻ അകന്നു പിതാവിന്റെ നാട്ടിൽ. അകന്നിട്ട് നീ എപ്പോ, ഞാൻ പറഞ്ഞു തന്നത്, നീ എപ്പോ തന്നിഷ്ടത്തിലേക്ക് വന്നോ, നീ എപ്പോ സ്വന്തം ബുദ്ധിയിലേക്ക് വന്നോ, നീ എപ്പോ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ നിന്റെ ചിന്തയിൽ ചിന്തിച്ചുവോ, യേശുവിൽ നിന്ന് നീ അകന്നു. യു ആർ ഇൻ, ഇവിടെ ഉണ്ടെങ്കിലും നീ അകന്നു. നിനക്ക് ഫീലിംഗ് കിട്ടില്ല. ആത്മാവ് ഒന്നും പറയത്തില്ല.
അങ്ങനെയൊക്കെ അവിടെ ഉണ്ടാവും, കാണാനൊക്കെ സുഖമുണ്ടാവും, നല്ല പാൻറ് ഷർട്ടൊക്കെ ഇട്ടുണ്ടാവും, പാത്തിനയിലൊക്കെ ഉണ്ടാവും. ആർക്കും ഒന്നും അറിയില്ല. ഭാവി ഞാൻ പോയി ആർക്കും അറിയും. എന്റെ ഉള്ളിൽ എന്റെ ഭാര്യയ്ക്ക് അറിയും, ദൈവത്തിന് അറിയും ഞാൻ എങ്ങനെയാണ്. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ ജീവിതത്തില് നമുക്ക് പല കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. ഇപ്പൊ ഫൈനാൻഷ്യൽ പ്രോബ്ലത്തില് നമുക്ക് രക്ഷപ്പെടും, കുറച്ചും കൂടി സാലറി ഇല്ലെങ്കിൽ ബെറ്റർമെന്റ് കിട്ടും, ജോലി ഇല്ലെങ്കിൽ ജോലി കിട്ടണം. ഞാൻ ഇവിടെ ട്രൈ ചെയ്തു കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ കയ്യിലാണോ അത്? ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിലാണോ? നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യുക എന്നുള്ളത് അത് ആത്മാർത്ഥതയിൽ ചെയ്യുക, മടി കൂടാതെ ചെയ്യുക, തളരാതെ ചെയ്യുക, ധൈര്യത്തോടെ ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന ബ്ലെസ്സിങ്ങോട് കൂടി ആയിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ ഇതൊന്നും നമുക്ക് കാണില്ല. ദൈവത്തെ മാത്രം കാണും, ദൈവനീതി വരും, ദൈവരാജ്യം വരും. അപ്പൊ ദൈവദൈവം എല്ലാം നടത്തി. അതല്ലെങ്കിൽ വേറെ നല്ല കാര്യങ്ങൾ ജെറമ്യ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് നല്ല കാര്യങ്ങൾ അത് വെളിപ്പെടുത്തി തരും. അതാണ് എബ്രായർക്ക് എഴുതിയ 10-ാം അധ്യായത്തിന്റെ 38-ാം തിരുവാക്യത്തിൽ ഇതിന് പറഞ്ഞു: എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നില്ലെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടായത്തിലാണ് നമ്മൾ. കണ്ടില്ലേ? അപ്പൊ യേശുവിനെ വിശ്വസിച്ചു, യേശു നമുക്ക് വിശ്വാസം തന്നു, അതിന് പുറകെ പിടിക്കണം. യേശുവാണ് എനിക്ക് വിശ്വാസം തന്നു, യേശുവാണ് എനിക്ക് വിശ്വാസം തന്നു, ഞാൻ നേടിയെടുത്തതല്ല, യേശുവാണ് എനിക്ക് വിശ്വാസം തന്നു. ഭാവിയായി എന്നെ യേശുവാണ് എനിക്ക് തന്നത്, യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് എന്റെ രക്ഷകൻ, യേശുവാണ് എന്റെ രക്ഷകൻ. ഇത് തന്നെയാണ് സ്പിരിറ്റ് വരുന്നത്. അപ്പൊ യേശുവിനോടുള്ള ആ ഭക്തി കപട ഭക്തി ആവില്ല. പുറമെ പള്ളിയിൽ വരെ കാണുന്ന, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കാണുന്ന പല സർക്കസും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ തന്ത്രപൂർവം യേശുവിൽ നിന്നും നിന്നെ അകറ്റും. അതൊന്നും നോക്കാനല്ല നമ്മൾ ഇരിക്കുന്നത്. അതൊക്കെ കാണും, ഈ ലോകത്ത് പലതും കാണും. ഒരു തെങ്ങില് 10 നാളികേരം ഉണ്ടെങ്കിൽ ഒരു നാളികേരം കെട്ടുപോയാല് തെങ്ങാരും വെട്ടിക്കളയില്ല. കത്തോലിക്ക സഭയ ഒരിക്കലും ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പല ആൾക്കാരും പലതും പറയും, പല ഇളവകയിലും പല ഇതും പറയും. ഇതൊന്നും നമ്മൾ നോക്കണ്ട. ഞാനും നീയും ക്രിസ്തുവിനുള്ളതാണ്, മരിച്ചാലും ജീവിച്ചാലും. അപ്പൊ അതാണ് വലിയ ഒരു കാര്യം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. യാക്കോബിന്റെ പുസ്തകം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെ പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. എന്താണ് ഈ സ്വന്തം ദുർമോഹം? ആരും ദുർമോഹത്തിലൊന്നും അങ്ങനെ പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പ്രാക്ടിക്കലായിട്ട് പറയണം. അപ്പൊ നമുക്ക് ഈ സബ്ജക്ട് അത്ര ഈസിയായ സബ്ജക്റ്റ് അല്ല. ഞാൻ എന്നാലും പറയുന്നുള്ളൂ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് വിശ്വസ്തത അത്യാവശ്യമാണ്. അതാണ് ഇന്ന് എനിക്ക് ആത്മാവ് പറഞ്ഞ ഒരു കാര്യം, ഇവിടെ ഒന്ന് പറയുന്ന കാര്യം. അതായത് യേശുവിനോടുള്ള വിശ്വാസമുണ്ട്, അത് നമ്മൾ നേടിയെടുത്തതല്ല, നമുക്കറിയാം. പക്ഷെ വിശ്വസ്തത ഇല്ലാണ്ടിരിക്കുകയാണ്. ആ വിശ്വസ്തത, ആ ആത്മാർത്ഥത കുറേശ്ശെ തേഞ്ഞു പോവാണ്.
പ്രശ്നം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ജോലിയില്ലായ്മയാകുമ്പോഴും തളരുമ്പോഴും നമുക്ക് ഈ വിശ്വസ്തത പോവാൻ, ഈ വിശ്വസ്തത കളയുന്നത് തന്ത്രപൂർവ്വം അവൻ കളയുക. യേശുവിൽ നിന്നും അകറ്റാണ്. പോകരുത്, 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 പോകരുത്. പിതാവ് മാതാവിനെ തെരഞ്ഞെടുത്തു, പരിശുദ്ധ കന്യാമറിയമ്മയെ തെരഞ്ഞെടുക്കണം. തെരഞ്ഞെടുത്തിട്ട് ആ മാതാവ് ഇത്ര ചെറിയ വയസ്സാ, വളരെ ചെറിയ വയസ്സാണ്. എന്നിട്ട് ആ മാതാവ് ചോദിക്കുകയാണ് ഇത് എങ്ങനെ സംഭവിക്കും, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മാതാവ് ചോദിക്കുകയാണ്. അപ്പോ ദൂതൻ പറയാണ് നീ ഒരു പുത്രനെ പ്രസവിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എന്നിട്ട് മാതാവ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചിട്ട്, ഈ ഗർഭം ധരിച്ചിട്ട് എന്താ ചെയ്തത്? ആരാ ഉള്ളില് വന്നേ? മാതാവിന്റെ ഉള്ളിൽ ആരാ വന്നേ? നിന്റെയും എന്റെയും മാനവരാശിയുടെയും ലോകത്തിന്റെയും രക്ഷകൻ, പരിപാലകൻ, ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ രക്ഷകൻ. ആ രക്ഷകൻ മാതാവിന്റെ വയറ്റിലേക്ക് വന്നിരിക്കുകയാണ്. മാതാവ് സുഖമായിട്ടായിരുന്നു. ആലോചിക്ക്, എത്ര മൈൽ പാവം കഷ്ടപ്പെട്ടു യേശുവിനെയും കൊണ്ട്, നിന്റെയും എന്റെയും രക്ഷകനെയും കൊണ്ട്. എത്ര കഷ്ടപ്പെട്ടു, എത്ര അപമാനം ഏറ്റെടുത്തു, എവിടെയെല്ലാം പോയി. മാതാവിന് വലിയ ആവശ്യമില്ല. രക്ഷകന്റെ ഉള്ളിൽ കിടക്കണേ. മാതാവ് വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അപമാനപ്പെടാൻ ആവശ്യമുണ്ടോ? അപ്പൊ നീയും ഞാനോ? നീയും ഞാനോ? നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്ക് ജോലി കിട്ടുന്നില്ല. നീ പ്രാർത്ഥിക്കുന്നുണ്ട്, ബിസിനസ് വളരുന്നില്ല. നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നിനക്കൊന്നും കിട്ടുന്നില്ല. നീ എന്തിനാ തളർന്നു പോണേ? നീ എന്തിനാ പേടിക്കണേ? മാതാവ് പേടിച്ചില്ലല്ലോ, മാതാവ് തരണം ചെയ്തല്ലോ യേശുവിനെ വെച്ചിട്ട്. പ്രിയ ബ്രദർ, പ്രിയ യേശുവിനെ യേശുവാണ് നമുക്ക്, യേശുവിന്റെ ആത്മാവാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. സത്യമായിട്ടും ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് മനുഷ്യ ജന്മത്തിന് മനസ്സിലാക്കുവാൻ ഇന്റലിജൻസ് കൊണ്ട് മനസ്സിലാകാൻ സാധിക്കില്ല. കാരണം യേശു എന്നെയും നിന്നെയും പിടിച്ചു കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് വഴി പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നീ എവിടെയെല്ലാം അകന്നു പോയി എന്ന് ചിന്തിക്കേണ്ടത് ഇവിടെയുള്ള ഓരോരുത്തരുമാണ്. എനിക്ക് എന്തുകൊണ്ട് എന്റെ ബിസിനസ് വളർന്നില്ല? ഞാൻ കുറെ ബിസിനസ് ഇടാത്തത് കൊണ്ടാണോ? കുറെ പൈസ ഇടാത്തത് കൊണ്ടാണോ? വേറെ ആളെ കിട്ടാത്തത് കൊണ്ടാണോ? അല്ല, അല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. I am wrong. I am wrong. അതാണ് നിങ്ങൾക്കൊരു കഥ പറയാം. അതാണ് ഒരു കുളം, നല്ലൊരു കുളം. കുളം എന്ന് പറഞ്ഞാൽ മനസ്സിലായി? കുളം. ആ കുളം വളരെ ശാന്തമായി കിടക്കുക, അനക്കമില്ല. നല്ല ശാന്തതയോട് കൂടി കിടക്കുന്ന കുളം. കുളത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് കിടക്കുക, ആരും ഇല്ല. ആ കുളം എങ്ങനെ എൻജോയ് ചെയ്ത് കിടക്കും, ആരും ഇല്ല. അതിനും ഡിസ്റ്റർബ് ചെയ്യാൻ, കുളത്തിനും ഡിസ്റ്റർബ് ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ കുളം ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മാൻ വരും. മാൻ വന്നിട്ട് എന്ത് ചെയ്തു? ആ കുളത്തില് കാലിട്ട് ഇറക്കി കുറെ ചുള്ളിച്ചാടി. അപ്പൊ അടിയിലത്തെ ചെടിയെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നു. കുളത്തിലെ അടിയിലത്തെ ചെടിയൊക്കെ പൊങ്ങി വന്നു. ആ കുളത്തിന് ദേഷ്യം. കുളം വന്ന് ചോദിച്ചു, അയ്യോ മാനെ, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ, ഞാൻ ആരോടും അമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ മിണ്ടാതെ കിടക്കല്ലേ അല്ലേ? നീ എന്തിനാ വന്ന് എന്നെ ഉപദ്രവിച്ചത്? നീയല്ലേ കുറ്റക്കാരൻ, നീ എന്തിനാ എന്നെ ഉപദ്രവിച്ചത്? ഞാൻ ആരും ചെയ്യുന്നില്ലല്ലോ, ഞാൻ മിണ്ടാതെ കിടക്കല്ലേ, എന്നെ എന്തിനാ ഉപദ്രവിച്ചത്? അപ്പൊ മാൻ പറ, അല്ലല്ല, എനിക്ക് കാല് കഴുകണ്ടേ. അവിടെ വഴക്കായി, ലഹളയായി. ഒരു ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഇവരുടെ വഴക്കിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു, മാൻ ചോദിച്ചു, ഇത് എന്റെ തെറ്റാണോ ദൂത? അപ്പൊ വെള്ളം ചോദിച്ചു, ഇത് എന്റെ തെറ്റാണോ?
അവനല്ലേ വന്ന് എന്നെ കുത്തി കാലിട്ടിടിച്ചപ്പോ സിജോ ഇരിക്കുമ്പോ ഞാൻ വന്ന് സിജോനെ പിടിച്ചിടിച്ചാല് സിജോ പറയാം ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ അവിടെ പ്രാർത്ഥിച്ചോണ്ടിരിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വഴക്കടിക്കും. ഓക്കെ, വഴക്കടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദൂതം വന്നിട്ട് പറയാണ്, സിജോ പറയാം ഞാൻ മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ ദൂതം പറയാം ഞാൻ കാണുന്നുണ്ട് നീ മിണ്ടാതിരിക്കുന്നു, നല്ലവനാണ് മിണ്ടാതിരിക്കുന്നു, ഇവനാണ് നിന്നിട്ടത്. അപ്പൊ പറയാ ഇല്ല ആരും തെറ്റാണെന്ന്. അപ്പൊ ദൂതം പറയാ സിജോന്റെ തെറ്റാണ്, കുളത്തിന്റെ തെറ്റാന്ന് പറഞ്ഞു. അതെങ്ങനെ കുളത്തിന്റെ തെറ്റ് എങ്ങനെയാണ്? കുളത്തിന്റെ തെറ്റെന്ന് പറഞ്ഞാൽ കുളത്തിന്റെ അടിയിലാണ് ചളിക്കുന്നത് മത്തിരിക്കുന്നത്. നിന്റെ മനസ്സിന്റെ അടിയിലെ കുറെ വെറുപ്പും നീരസവും കുശുമ്പും കുരുക്കും ഒക്കെ ഇരിക്കുന്നു. നിനക്ക് നീ ഇത്രയും വചനം കേട്ടും ഇത്രയും പ്രാർത്ഥന കേട്ടും ഇത്രയും കേട്ടിട്ട് നിന്നെ ഒന്ന് തോണ്ടിക്കഴിഞ്ഞാൽ ആത്മീയവും പോയി എല്ലാം പോയി. കാരണം ചളി മൊത്തം എവിടെ കിടക്കണം? മനസ്സിലാവും? ഈ ചളി മൊത്തം എവിടെ കിടക്കണേ? പെണ്ണെ വന്നിട്ട് ഒരാൾ വന്നിട്ട് ദുരിച്ചു നിർത്തുക, ദുരിച്ചോണ്ടേ ഇരിക്കാൻ വിചാരിച്ചു. ഞാൻ രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങളൊക്കെ കണ്ടോണ്ടിരിക്കുക, ഞാൻ വീട് നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ഞാൻ കാണിക്കില്ലായിരിക്കും, ഞാൻ അഭിനയിക്കായിരിക്കും. നിങ്ങളുടെ മുമ്പില് ഞാൻ അഭിനയിക്കായിരിക്കും. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ചിലപ്പോ എനിക്ക് ദേഷ്യം വരും, ഞാൻ പറയും ആത്മീയം പൊട്ടും. അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇങ്ങനെയാണ് പ്രാർത്ഥന, എങ്ങനെയാണ് വചനം പറയണം? അതുകൊണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉള്ളിലാണ് ചളി കിടക്കണേ. ദൈവത്തിന്റെ മുമ്പില് ദൈവത്തിലെ ഒരു കുഴപ്പമില്ല, പരിശുദ്ധാത്മാവിന് ഒരു കുഴപ്പമില്ല, പിതാവിന് ഒരു കുഴപ്പമില്ല, നിന്റെ ചേട്ടനോ ചേച്ചിക്കോ അനിയനോ അളിയനോ ഒരു കുഴപ്പമില്ല. ഇനി അവര് നിന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ സെറ്റാവണം. അതാ അത് ഈസി അല്ല, അത് ഈസി അല്ല. അവർക്ക് പറഞ്ഞിട്ട് പോകാം, ഈസി അല്ല. ഞാൻ പോകുന്നുണ്ട്, എനിക്കറിയാലോ ഈസി അല്ല, ഞാൻ സമ്മതിക്കുന്നു. കുടുംബത്തിൽ ആർക്കും ഈസി അല്ല. നമ്മളിവിടെ ഇരുന്ന് സുഖമായിട്ട് ഒരു റൂമിൽ വചനം കേൾക്കണ പോലെ അല്ല നാട്ടിൽ പോകുമ്പോ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സെറ്റാക്കി കൊടുക്കണം, സെറ്റാക്കണം. ആരെ സെറ്റാക്കണം? എന്നെ അവരെ സെറ്റാക്കാൻ പറ്റില്ല, എന്നെ സെറ്റാക്കണം. എന്നെ സെറ്റാക്കുമ്പോഴാണ് നമ്മള് സെറ്റാകുക. ഇതാണ് ഞാൻ പറഞ്ഞ, നമ്മള് യേശുവിൽ നിന്നും അകന്നിരിക്കാണ് ഈ ആത്മാവ് നമ്മളോട് പ്രവർത്തിക്കില്ല. നമ്മള് പ്രാർത്ഥന വീരന്മാരായിരിക്കും, പക്ഷെ നമുക്കൊന്നും ആത്മീയ സമ്മേളനമോ സ്നേഹമോ ദയയോ അല്ലെങ്കിൽ ഒന്നിനൊന്നും ആ ഫലങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബാറൂക്കിന്റെ പുസ്തകം ഒന്നെടുത്തു. ബാറൂക്കിന്റെ പുസ്തകം ബാറൂക്കിന്റെ പുസ്തകത്തില് 4-ാം അധ്യായത്തില് 28-ാമത്തെ വാക്യം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടി. അതാണ് കണ്ടത്. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുന്നു. ഞാൻ പറഞ്ഞു നിർത്തണേ, എനിക്കൊരു ജോലിയാണ് പ്രശ്നം, നിന്റെ മകളുടെ കല്യാണമാണെങ്കിൽ പ്രാക്ടിക്കലി വരാം, കല്യാണമാണ് പ്രശ്നം. കല്യാണം നടക്കണം എന്ന് ഭൂമിയിൽ കർത്താവിന്റെ നിശ്ചയമാണ്. ഒരു ജോലി നിനക്ക് വേണമെന്നുള്ളത് കർത്താവിന്റെ നിശ്ചയമാണ്. നിനക്കൊരു വീട് വേണം, നിനക്കൊരു ഡ്രസ്സ് വേണം, നിനക്കൊരു ഫുഡ് വേണം, നിനക്കൊരു മക്കൾ വേണം, ഇതൊക്കെ കർത്താവിന്റെ നിശ്ചയമാണ്. പക്ഷെ ഇത് ഇപ്പൊ തടസ്സമായിരിക്കുന്നു. എന്നാൽ നീ കർത്താവിലുമാണ്, പ്രാർത്ഥനയിലുമാണ്, നിനക്ക് തടസ്സമായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്. ചെറിയ കാര്യങ്ങൾ വിശ്വസ്തൻ, വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും. ഈ ചെറിയ കാര്യത്തിൽ എളിമ കാണിച്ചാൽ നിന്നെ വലിയ കാര്യങ്ങൾ കർത്താവ് ഏൽപ്പിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ട് ഏൽപ്പിക്കും. നമുക്ക് പ്രസന്റ് ഇപ്പൊ ഇവിടെയുള്ള ആൾക്കാരെ ഒരു ഫോർ എക്സാമ്പിൾ ഹീലിംഗ് ആവാം. ഇപ്പോഴത്തെ ഉള്ള ഒരാളെടുക്കും, ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ജോലി ഇല്ലാത്ത 4 പേര് ദൈവം കാണിക്കുന്നു. ജോലി ഇല്ല 4 പേര് ദൈവം കാണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം ദൈവം കാണിക്കുന്നു. ആ വചനം ഇതാണ്: ഞാൻ മുന്തിരിച്ചെടിയിൽ നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, 4 പേര് ദൈവം കാണിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് സ്വന്തം ബുദ്ധിയെ മാറ്റിക്കൊണ്ട് ദൈവത്തോട് ചോദിക്കുക, എങ്ങനെ, എപ്പോൾ, എവിടെ, എന്തെല്ലാം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്. ആ വ്യക്തി നമുക്ക് ഫ്രീ ആയിട്ട് നിന്നെ സഹായിക്കാനും ആനന്ദിപ്പിക്കാനുമാണ്. സന്തോഷം ലോകത്തു നിന്നും കിട്ടിയത് വരും. അത് സ്വാസ്ഥതമല്ല, അത് പെട്ടെന്ന് പോകും. ഇന്ന് നീ സന്തോഷിക്കും, നാളെ നീ അതിനെ വിലപിക്കും. പക്ഷെ ആനന്ദം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അവർക്ക് തരുന്നതാണ്. ഈ ആനന്ദം നിനക്ക് പെർമനന്റാണ്. ആ പെർമനന്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഈ 4 പേര് ജോലി, ഇവിടെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ 4 പേര് ദൈവം കാണിക്കുന്നുണ്ട്. 4 പേരുടെ ജോലി കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് കൂടെ നിൽക്കും. യാക്കോബിന്റെ പുസ്തകം 4:8 മാംസമായി വരുവാൻ ഈ 4 പേർക്ക് ജോലി കിട്ടുവാൻ ദൈവം ആഗ്രഹിച്ചതുപോലെ ഇവർക്ക് ജോലി കിട്ടുവാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടെ നിന്ന് ചേർന്ന് നിൽക്കും. ഭാവികളെ മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 56-ാം തിരുവചനം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാം തിരുവചനത്തിൽ പറയുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. ആരെങ്കിലും ഈ കൂട്ടായ്മയില് കുംഭസാരം എന്നുള്ള വലിയ കൂദാശ ഈ കുംഭസാരത്തിന് മുടക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ നീയും നിന്റെ കുടുംബവും നിന്റെ സഹപാഠികളും നീ കൂടെ നടക്കുന്ന എല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. ഇത് നീ വളരെയധികം ശ്രദ്ധിച്ചോ. കുംഭസാരത്തിന് പോകുവാൻ കുംഭസാര കൂദാശ ചെയ്യാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുക, എത്രയും ചിലപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ നിങ്ങൾ പോകുമ്പോൾ തിരക്കായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് കുംഭസരിക്കുവാൻ യാതൊരു സാഹചര്യം ഉണ്ടാവില്ല. 1, 3, 4 പ്രാവശ്യം നിങ്ങൾ പോയിരിക്കും, അപ്പോഴും നിങ്ങൾക്ക് കുംഭസാരം നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കുക. കർത്താവേ, ഈശോയെ, ഞാൻ എപ്പോഴും എനിക്ക് കുംഭസാരം ശരിയാക്കി തരണമേ, കൂദാശ ചെയ്യുവാൻ
എനിക്ക് വൈദികനെ ശരിയാക്കി തരണമേ ആഗ്രഹിച്ചുകൊണ്ട് കുമ്പസരിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ, കുമ്പസരിക്കുവാൻ ഇപ്പൊ തന്നെ ഇവിടെ വെച്ച് തന്നെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നാളെ മറ്റന്നാ 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നല്ല, ഇപ്പൊ തന്നെ കുമ്പസരിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുമ്പസരിക്കാൻ ഞാൻ തയ്യാറാവുന്നു കർത്താവേ, എനിക്ക് മുടങ്ങി കിടക്കുന്ന ബ്ലെസ്സിങ് തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അന്നേരം നിങ്ങൾക്ക് ഡെലിവറൻസ് ആവുമെന്ന് കർത്താവ് പറയുന്നു. നല്ല ദൈവമേ, നല്ല ദൈവമേ, നല്ല ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. കുമ്പസരിക്കുവാൻ പറ്റാത്തവർക്ക് കുമ്പസാര കൂദാശ കിട്ടുവാൻ ദൈവമേ കർത്താവെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം പറയുന്നു ആത്മാവിലുള്ള ജീവിതത്തിൽ തന്നെയാണ് പറയുന്നത്. റോമ 8:1 പറയുന്നു, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പറഞ്ഞാൽ ഇത് പല രീതിയിലും നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. നിന്റെ ജീവിതത്തിൽ ബ്ലെസ്സിങ് മുടങ്ങി കിടക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും മുടങ്ങി കിടപ്പുണ്ടോ? നിന്റെ ജീവിതത്തില് എന്തെങ്കിലും ഉത്കണ്ഠകൾ ഉണ്ടോ? നിനക്ക് ആരോടെങ്കിലും ഇതെല്ലാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, മുന്തിരി ചെടിയോട് ചേർന്ന് നിൽക്കുന്ന, ഇതെല്ലാം നമുക്ക് പറഞ്ഞു വന്നതെല്ലാം നമ്മൾ പല വട്ടം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നീ യേശുവിൽ നിന്നും അകന്നിട്ടുണ്ടോ എന്ന് നീ സ്വയം ആത്മപരിശോധന ചെയ്യാൻ ആത്മാവ് പറയുകയെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ആരും യേശുവിന്റെ അടുത്തുനിന്ന് മാറാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമുക്കൊരു ഇൻട്രസ്റ്റ് നമ്മൾ ഉപയോഗിക്കില്ല. പ്രാർത്ഥനയ്ക്ക് പോകണമല്ലോ, ഇന്ന് വെള്ളിയാഴ്ചയുണ്ട്, അല്ല ഇന്ന് ഞായറാഴ്ചയാണ്, പ്രാർത്ഥനയ്ക്ക് പോകണം, ഈ ആൾക്കാരെ ഇത് പോകാം, ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പള്ളിയിൽ ഇത് തന്നെ, കുർബാനയ്ക്ക് പോലെ തന്നെ. എന്തിനാ വീട്ടിലിരിക്കുന്ന, നല്ല AC കിട്ടുമല്ലോ, ചൂടല്ലേ, നല്ല AC കിട്ടുമല്ലോ, അവിടെ പോയി കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞാൽ 2 മണിക്കൂർ ഇരിക്കാലോ. പ്രിയ സഹോദരന്മാരെ, ഞാൻ എത്ര പേരെ കാണുന്നുണ്ട് AC വേണ്ടിയില്ല, ആൾക്കാരുടെ യേശുവിനെ കളിയാക്കണം. അവർക്കൊക്കെ ദൈവത്തിന്റെ ജ്ഞാനം കൊടുക്കണം. കളിയാക്കുന്നത് പോലെ അവിടെ വന്നു ബലിയാർപ്പണത്തിൽ മലയാളത്തിൽ ഭാഷ അറിയാത്തതൊന്നല്ല, മലയാളം കുർബാന, ലാറ്റിനും സീറോ മലബാറും ഇവിടെ നല്ല സ്പഷ്ടതയോടെ കൂടെ കഷ്ടപ്പെട്ട് ചൊല്ലുന്ന കണ്ണുള്ളവർക്ക് ഞാൻ തൊഴുതുകൊണ്ട് പറയാം, ഉപസരിക്കാൻ ആരെങ്കിലും മടി കാണിക്കുന്നുണ്ടെങ്കിൽ ആ കൂദാശം മാത്രം മതി നിങ്ങളുടെ ബ്ലെസ്സിങ് ഒഴിവാക്കും. തൊഴുതുകൊണ്ട് പറയാം, കാരണം അതിന്റെ നാണം പടി ഒന്നും അതെ. യേശുവിനോട് കൂടെ ഐക്യപ്പെടണം, നമ്മൾ ഐക്യപ്പെടണം. ഇപ്പൊ ഐക്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ഐക്യപ്പെടുക എന്നാലോചിച്ച്. ഇവിടെ ഐക്യപ്പെട്ടില്ലെങ്കിൽ, ഇവിടെ നമ്മൾ ഐക്യപ്പെട്ടില്ലെങ്കിൽ എവിടെ ഇനി എപ്പോഴാണ് നമ്മൾ ഐക്യപ്പെടുക എന്നാലോചിച്ച് വെക്കും. ഭയങ്കര പാടാ. അതുകൊണ്ട് നമ്മള് ആ ഒരു എന്താ പറയാ, ഭയത്തിൽ നിന്ന് നമുക്ക് ഒരു പല ഉള്ളിന്റെ ഉള്ളില് യേശുവിനെ അകത്തുന്ന പല കാര്യങ്ങളുണ്ടാവും. നമ്മള് ഈ വചനം കേൾക്കുന്ന ആൾക്കാരല്ല, ഒരു വചനം അറിയുന്ന വചനം എടുത്ത്, അല്ലെങ്കിൽ ഒരു വചനപ്പെട്ടി എടുത്ത് വെക്കണം. ഒരു വചനപ്പെട്ടി ഒരു വചനം എടുത്ത് വെക്കണം. തുറക്കാൻ, അല്ലെങ്കിൽ അത് തുറക്കാൻ മടിയാണോ, അത് തുറക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ ഇപ്പൊ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, എത്ര സമയമില്ലാത്തവർക്ക് ഒരു വചനപ്പെട്ടി എടുത്ത് ആ വചനം നോക്കി ആ വചനം ധ്യാനിക്കും. പ്രിയപ്പെട്ടവരെ, വചനം നമ്മള് എന്താ പറയാ, ഉള്ളിന്റെ ഉള്ളില് നമ്മളിങ്ങനെ പറയണം, നമ്മൾ കർത്താവിന്റെ മക്കളാണ്. നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ നിന്നും സന്തോഷം കിട്ടണം. നമുക്ക് എല്ലാത്തിനും ദൈവത്തിൽ നിന്ന് സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവുമില്ല. ലൂക്കയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ലൂക്കയുടെ സുവിശേഷത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 5-ഉം 6-ഉം ഞാൻ വായിക്കാം. പിന്നെ
പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇഷ്ടമുള്ളത് ഉള്ളവർ ഞാൻ ഇത് കൊടുക്കുന്നു. ഇത് ആരാ പറയുന്ന? ആരോടാ പറയുന്നത്? ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയും? സർവശക്തനായ പിതാവായ കർത്താവായ യേശു ക്രിസ്തുവിനെ അടക്കം യേശു ക്രിസ്തു ഈ ആത്മാവിന്റെ കാര്യം പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോണേ. ആത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് പോ. അവിടെ ചെന്നപ്പോ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയേ, നിങ്ങൾ വായിച്ചു നോക്ക്. ഇവിടെ വായിക്കണോക്ക്. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരം മഹത്വവും നിനക്ക് ഞാൻ തരാം. ആരോട്? ആര് പറയുന്നു? നിങ്ങൾ വായിച്ചു. നമ്മൾ ആരാ? യേശു ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്ത ജഡം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വെറും ജഡം. ഉറങ്ങി തിന്ന് കുടിച്ച് ആരോ അപ്പൻ ഉണ്ടാക്കിയ കാശും കൊണ്ട് പാരമ്പര്യത്തിന് നീ നിന്റെ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ മടിയും മനസ്സിനെയും കൊണ്ട് നിന്റെ കുടുംബത്തെ, പാരമ്പര്യത്തെ നശിപ്പിക്കുവാൻ തന്ത്രപൂർവം മെനഞ്ഞെടുത്ത പിശാച് നിന്റെ കൂടെ ഈ കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നു. നീ വിളിച്ചാൽ കിട്ടത്തില്ല. ഇവിടെ കേട്ട്, ആത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് അവനെ പറഞ്ഞയച്ചപ്പോൾ എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലുള്ള അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. അതിന്റെ അടിയിൽ പറഞ്ഞു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. യേശു പറയാണ്, നിന്നെ പുല്ലരിക്കുന്നു. നീ നിന്റെ പിതാവിനെ ആരാധിക്കണം. നീ നിന്റെ കർത്താവിനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ വിശ്വാസത്തോടെ, വിത്തൗട്ട് ഡൗട്ട്, ഭയം. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ഈസിയല്ല. എന്തിനാണ് കർത്താവിനെ അയച്ചത്? ഈ അധികാരം മൊത്തം പിശാചിന്റെ കയ്യിലാണ്. പിശാചിന്റെ കയ്യിലാണോ ഈ എല്ലാത്തിന്റെ അധികാരം? അപ്പൊ എന്തിനാ ഇങ്ങനെ പറയുന്നേ? ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൽ സിംഹത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴെ ചാടുക. സംശയിപ്പിക്കാൻ കൊണ്ടില്ലേ? ഞാൻ ഇത് പറഞ്ഞത് എന്റെയും നിന്റെയും ജീവിതത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദേവാലയത്തിന് നീ കടന്നു ചെല്ലുമ്പോൾ നിന്റെ ഉള്ളിൽ തന്ത്രപൂർവമായി യേശുവിൽ നിന്നും അകറ്റുന്ന പല ചിന്തകളും, ഭയമല്ലാത്ത ചിന്തകളും, ഭയമായ ചിന്തകളും, ഉത്കണ്ഠമായ ചിന്തകളും, ആകുലമായ ചിന്തകളും ഈ കയറി വരുമ്പോഴേ, കർത്താവേ എന്റെ കൈവിടല്ലേ കർത്താവേ, എന്റെ വീട് ശരിയാക്കി തരണമേ കർത്താവേ, എനിക്ക് മക്കളില്ല കർത്താവേ, എനിക്ക് ജോലി ശരിയാക്കി തരണം കർത്താവേ, എന്റെ കൈവിടല്ലേ കർത്താവേ എന്ന് പറഞ്ഞ് നീ അകന്നു പോകുന്നു. നിനക്ക് ഉറപ്പില്ല നിന്റെ ദൈവം അറിയുന്നുവെന്ന്, നിന്റെ ദൈവമാണെന്ന്, നിന്റെ കർത്താവാണെന്ന്, നിന്റെ സേവിയറാണെന്ന് നിനക്ക് ഉറപ്പില്ലാണ്ടായി പോയി മക്കളെ, ഉറപ്പില്ലാണ്ടായി. അത് കാരണം നീ പേടിച്ചു, ഭയന്നു, അസ്വസ്ഥപ്പെട്ടു, ഉത്കണ്ഠയായി, അന്ധകാരത്തിലായി. എങ്ങനെ പിശാച് പിടിക്കാതിരിക്കും? എങ്ങനെ ബ്ലെസ്സിങ് വരും? എങ്ങനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നീ ചേരും? ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇങ്ങനെ നിന്നാ പോരാ, നമ്മൾ മേടിക്കാൻ. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, നിന്റെ കൈ നവിടത്തില്ല, എനിക്ക് നീ എനിക്ക് നീ എനിക്ക് തന്നാലേ ഞാൻ തരുന്നു. അനുഗ്രഹം തരണം. നമുക്ക് ദൈവം പറഞ്ഞു, നമ്മള് കർത്താവിന്റെ മുന്നിൽ കൂടെ സാഹമാണ്.
നമ്മളെ കൂടെ. എന്നിട്ട് ദൈവം പറയണം, അത് കഴിഞ്ഞിട്ടാണ് പറയണേ, നീ എന്റെ പാനം കഴിച്ചു കഴിച്ചാൽ ഞാൻ നിന്നിലും നീ എന്നിലുമായി. യേശുവിന്റെ വാഗ്ദാനമാണ്. അപ്പൊ ഇത് ഇങ്ങനെ ആവണമെങ്കിൽ, കർത്താവ് എന്നിലും ഞാൻ കർത്താവിനും ആവണമെങ്കിൽ കുമ്പസാരം എങ്ങനെ കൂദാശ കിട്ടണം. അപ്പോഴേ ഈ ഡെലിവറൻസ് കിട്ടുള്ളൂ. അപ്പോഴേ ഡെലിവറൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഡ്രാഗിങ് ഓഫ് ലൈഫ് ഇൻ ദ ക്രൈസ്റ്റ്. ഒരു ക്രൈസ്റ്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ അതൊക്കെ ചെയ്തു. ഞാൻ ഈയിടെ ഒരു ടി വി ഇന്റർവ്യൂവില് ഒരു സിസ്റ്റർ ഭയങ്കര പ്രാർത്ഥനയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാവും. ആ സിസ്റ്റർ ഭയങ്കര പ്രാർത്ഥനയാണ്. ആ സിസ്റ്റർ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ അവരുടെ വീട്ടിൽ അവരുടെ അമ്മ പാരലൈസ്ഡാ. അതായത് ഭർത്താവിന്റെ അമ്മ പാരലൈസ്ഡാ. ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്. ഒരു അനിയത്തിയുണ്ട്. ഈ കല്യാണം കഴിച്ച പെൺകുട്ടി ഇതെല്ലാം നോക്കണം. ഭർത്താവുണ്ട്. അപ്പൊ ഇവള് പ്രാർത്ഥനയിലുള്ള ആളാ, പ്രാർത്ഥിക്കുന്ന ആളാ. ഞാൻ ഇത് പറയുന്ന കേട്ട് നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ലോ. പ്രാർത്ഥിക്കുന്ന ഒരാളാ. നടന്ന സംഭവം. അപ്പൊ ഈ 24 വയസ്സായ ഒരു പയ്യനുണ്ട്, പാവം, കഷ്ടപ്പെട്ട ഒരു മകനുണ്ട്. ഇവള് ധ്യാനമന്ദിരത്തില് കൗൺസിലറാണ്, നല്ല പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. ഈ പെൺകുട്ടി ഭയങ്കരമായിട്ട് അപ്പനും അമ്മയും നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നോക്കുന്നുണ്ട്. ആ വിഷമത്തിലും അപമാനത്തിലും ആ രോഗത്തിലും ഈ കുട്ടി പാവം മറ്റുള്ള സുഖങ്ങളെല്ലാം വിട്ടിട്ട് കഷ്ടപ്പെട്ട് ഭർത്താവിന്റെ കുടുംബത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച് 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 വരുന്ന കുട്ടി ഈ കാലം. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന സമയത്ത് 24 വയസ്സായ ഒരു കുട്ടി ദുബായില് മരിച്ചു പോകുന്നു. അതോടുകൂടി പോയി വിശ്വാസം. ദൈവം എന്തിനാണ് എനിക്കിങ്ങനെ ചെയ്തത്? എനിക്കൊരു മകനല്ലേ ചെയ്തതുള്ളൂ, ഞാൻ ഇത്രയെല്ലാം ചെയ്തല്ലോ, ഞാൻ ഇതെല്ലാം ചെയ്തല്ലോ. എവിടെയാണോ നിന്റെ മനസ്സിലെ ദൈവത്തിന്റെ വിചാരം? എവിടെയാണോ ആത്മാർത്ഥത? നിന്റെ മകനെ നോക്കി 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 നിൽക്കാൻ വേണ്ടി ഒരു കാവൽക്കാരൻ വേണം എനിക്ക്, അല്ലേ? നിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയും? ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്നും അകറ്റുവാൻ പല ആൾക്കാരും വരും. ഈ മീഡിയയിൽ ഒരു ക്രിസ്ത്യാനിയാണ് നടത്തണം, ക്രിസ്ത്യാനിയാണ് മീഡിയ നടത്തണം. യേശുവിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടത്തണം. യേശുവിനല്ല, സഭയ്ക്കും വിശ്വാസ ആൾക്കാർക്കും എതിരെയായിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ പറ്റി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഈ പെണ്ണും ചേർന്നു. അതിന് പറഞ്ഞു, ശരിയാണോ? ഞാൻ എന്തിനാ പ്രാർത്ഥിച്ചു, ഇത്ര പ്രാർത്ഥിച്ചു, എനിക്കൊന്നും തന്നില്ല, എന്റെ മകൻ അങ്ങനെ പോയി, ഇങ്ങനെ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി. വിഡ്ഢിത്തമാണ്, വിഡ്ഢിത്തം, അന്ധത. അവിടെ ഒന്നുമില്ല. ഇന്നൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് എന്താ പറയാ, നമ്മള് ആക്ച്വലി യേശു ക്രിസ്തു ആണ് നമ്മളെ തെരഞ്ഞെടുത്തത്. മറന്നു പോകാൻ പാടില്ല. മറന്നു പോയാൽ ഈ പറഞ്ഞ ചിന്ത എനിക്കും വരും, നിങ്ങൾക്കും വരും. അങ്ങനെ മറക്കാൻ പാടില്ല. മറന്നു പോയാൽ ശരിയാവില്ല. അത് ഭയങ്കര കഷ്ടമാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 12-ാം അധ്യായത്തില് 31 നോക്കിയാൽ, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞ് താൻ ഏത് വിധത്തിലുള്ള മരണമാണ് ഇത് പറഞ്ഞു. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഇതൊക്കെ ഈ തന്ത്രപൂർവം ചെയ്യുന്ന, ഹവായെ പറ്റിച്ച് തന്ത്രപൂർവം ചെയ്യുന്ന പിശാച് ഇവിടെ ഇല്ല. അവന് ഇപ്പൊ വേണ്ടത് എന്തറിയോ? ആത്മാവ്. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താ അറിയാം? ഒരു പുതിയ സ്പിരിറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? ആ സ്പിരിറ്റിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പിരിറ്റ് ഓഫ് അപ്പോയിറ്റീസ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഇപ്പൊ പുതിയതായിട്ട് കണ്ടുവരുമ്പോ നമുക്ക് അറിയാൻ പറ്റും, ഭാര്യയും ഭർത്താവും
ഓക്കെ. അപ്പൊ ഭാര്യ പറയണം, ഭർത്താവിന്റെ അമ്മയോട് ഭർത്താവ് സംസാരിക്കുക. ഇപ്പൊ പുതിയ കല്യാണം കഴിഞ്ഞു, ഓക്കെ, കല്യാണം കഴിഞ്ഞു, ഭാര്യ ഭർത്താവ്. ഈ ഭർത്താവിന്റെ അമ്മ അപ്പനോട് ഭയങ്കര സ്നേഹമാണ്, പഠിച്ചു വളർത്തി എഞ്ചിനീയർ ആക്കി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പൊ ഈ ഭർത്താവിന്റെ അപ്പനോട് അമ്മയോട് മകന് സ്നേഹമില്ലാണ്ടിരിക്കൂ. അപ്പൊ ഈ ഭാര്യ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ഭംഗിയുള്ള പെണ്ണാണ്, പണക്കാരിയാണ്, ഇന്ന് സ്നേഹമാണ് ഭർത്താവിനോട്. ഇവിടെ ഒറ്റയടിക്ക് പറയണം, നിങ്ങൾ എന്റെ കൂടെ ആണെങ്കിൽ, എന്റെ കൂടെ ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പനോട് അമ്മയോട് ഞാനും സംസാരിക്കില്ല, നിങ്ങളും സംസാരിക്കില്ല. എപ്പോഴെങ്കിലും ആവശ്യമുള്ള സംസാരിച്ചാൽ മതി. എന്നിട്ട് ഇവളുടെ അപ്പനോട് അമ്മയോട് സംസാരിക്കും, അത് കുഴപ്പമില്ല. തിരിച്ചു മറിച്ചു ആവുന്നത് കേട്ടോ, തിരിച്ചു മറിച്ചു ആവുന്നത്. ഈ അനീതി ചേച്ചി വിചാരിച്ചു ഇവിടെ എല്ലാം ഈ സ്പിരിറ്റ് വന്നുകൊണ്ടിരിക്കുക, അപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക. ഫ്യൂച്ചറിൽ നിങ്ങളിത് കേൾക്കും, ആരെങ്കിലും അച്ഛന്മാര് പറഞ്ഞത് കേൾക്കും, ഡെഫിനറ്റ് ആയിട്ട് കേൾക്കും. ഇതുണ്ട്, ഇപ്പൊ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഈ സ്പിരിറ്റ് കേട്ടോ. ഇപ്പൊ ഈ സ്പിരിറ്റിന്റെ പണി എന്താ അറിയോ? യേശു ക്രിസ്തുവിനെ തൊടണ്ട, ഒരിക്കൽ തൊട്ടതാണ് ഭൂമി. അപ്പൊ ഇനി തൊടണ്ട, പിതാവിനെ തൊടാൻ പറ്റില്ല. ഇനി പരിശുദ്ധാത്മാവ് ഉണ്ടോ? അപ്പൊ നീ ബലഹീനനാണ്, നിന്റെ ബലഹീനതയ്ക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ഓക്കെ. അപ്പൊ നിന്നെയും പരിശുദ്ധാത്മാവിനെയും ആ വ്യക്തിയെയും സപ്രസ് ചെയ്യും. എങ്ങനെ സപ്രസ് ചെയ്യും? പരിശുദ്ധാത്മാവ് എങ്ങനെയാ വരിക? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് തരുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആരും വേദനിപ്പിക്കരുത്. ഞാൻ എല്ലാം നിങ്ങളോട് ക്ഷമിക്കും, പക്ഷെ എന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല. ജീസസ് പറഞ്ഞതാണ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ നമ്മൾ എങ്ങനെ വേദനിപ്പിക്കുക? ഒരു വചനം നോക്കാം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ വേദനിപ്പിക്കുക? അതും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. കാരണം അതറിയണം. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനാവശ്യമായിട്ട് അത് വേണമെന്ന് വെച്ചാൽ വേദനിപ്പിക്കുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവേ വാ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുമില്ല. കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തോന്നൽ മനസ്സിലാവണ്ട. സത്യത്തിൽ അതാണ് നടക്കുന്നത്. പക്ഷെ സത്യത്തില് ഒരു കുളിർമയൊന്നും വരുന്നില്ല, ഒരു ക്ലാരിറ്റി ഒന്നും വരുന്നില്ല, ഒരു ഫീലിംഗ് ഒന്നും വരുന്നില്ല ഈ വ്യക്തിയെ കിട്ടാത്ത കൊണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഇത് അവസാനത്തെ വചനമാണ്. ഓക്കെ. എഫേസൂസുകാർക്ക് എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാമോ? എഫേസ്യസ് 4-ാം അധ്യായം 30 മുതൽ 20. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ഒരു മിനിറ്റ്. കണ്ട, രക്ഷയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ജോലി കിട്ടി സന്തോഷമായി ആനന്ദിച്ച് കുടുംബമായി സന്തോഷിച്ച് ജീവിക്കണം. ഒരു വീടുണ്ടാക്കി സന്തോഷമായിട്ട് ജീവിക്കണം. 2 മക്കള് 3 മക്കളായിട്ട് സൂപ്പറായിട്ട് ജീവിക്കണം. അപ്പനമ്മയായിട്ട് ജീവിക്കണം. എല്ലാവരുമായിട്ട് സുഖമായിട്ട് ജീവിക്കണം. സ്വന്തക്കാരും ബന്ധക്കാരും ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സന്തോഷമായിട്ട് ജീവിക്കണം. യേശുക്രിസ്തുവിന്റെ അടുത്തിരുന്ന് ജീവിക്കണം. ഓക്കെ. ഇതൊക്കെ രക്ഷ. ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഒരു വ്യക്തി, ഒരു ഭക്തൻ ദൈവത്തിന്റെ കൂടെ ഇരുന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. രക്ഷ, ആനന്ദം, സന്തോഷം, ഇതൊക്കെ വേണം രക്ഷ. അപ്പൊ അതിനു വേണ്ടി നിന്റെ ബലഹീനതയ്ക്ക് ഫ്രീ ആയിട്ട് ദൈവം തന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധാത്മാ. ഇത് കിട്ടണ്ടേ? ഒരു ക്രിസ്ത്യാനിക്ക് ഇത് കിട്ടണ്ടേ? കിട്ടണം, ആഗ്രഹിക്കണം. അപ്പൊ ഈ പരിശുദ്ധാത്മാവാണ് അടുത്ത പണിയെല്ലാം ചെയ്യാൻ പോണേ. എനിക്ക് ജോലിയില്ലേ? വീടില്ലേ? ഈസ് ഗോയിങ് ടു ഡു ദാറ്റ്. അപ്പൊ ഈ ആളുമായിട്ടൊരു ബന്ധം വേണം.
ഈ ബന്ധം ഇല്ലാത്ത കാര്യം, ഈ എന്തുകൊണ്ട് നിനക്ക് കിട്ടാത്ത കാര്യം ഇപ്പൊ കിട്ടും. അടുത്തത് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുക. ആദ്യം പറഞ്ഞു പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. അപ്പൊ വേദനിപ്പിക്കുന്ന എങ്ങനെയാ? നിന്റെ കുടുംബത്തില്, നിന്റേതായിട്ടുള്ള വ്യക്തിത്വത്തില് സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോട് കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുകയും. എന്നിട്ട് അടിയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വചനം പറഞ്ഞു, ഒന്ന് വായിച്ചേ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥതയോടെ പെരുമാറുകയും. ദൈവം പിതാവ് ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ, ഇതാണ് ആ സ്വർഗസ്നായ പിതാവിന്റെ 12ാമത്തെ ആ വചനം ഞാൻ പറഞ്ഞു. ആ 12ാമത്തെ വാക്യത്തിൽ, ആ ജനത്തിലെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ കൂട്ടുകാരോടും മക്കളോടും അളിയന്മാരോടും ചേട്ടന്മാരോടും ക്ഷമിക്കുന്നത് പോലെ കർത്താവേ എന്നോട് ക്ഷമിക്കുവിൻ. ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥതയോടെ പെരുമാറുവിൻ. എന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്നുള്ള വ്യക്തിയോട് നിനക്ക് ഫ്രണ്ട്ഷിപ്പുള്ളൂ, ഫ്രണ്ടാവാൻ പറ്റുള്ളൂ, അടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയണത്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബ്രദറ് ഭയങ്കര കൃപയുള്ള പരിശുദ്ധാത്മാവിനെ കിട്ടിയതാണ്. അപ്പൊ ഞാനിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. എന്താ അപ്പൊ ഇരിക്കില്ലേ പരിശുദ്ധാത്മാവ്? അപ്പൊ പറയും ഒരച്ഛനോട് പോയി ചോദിച്ചാൽ, നീ ബാപ്റ്റിസ്റ്റില് പരിശുദ്ധാത്മാവ് നേടിയല്ലോ, കല്യാണ കൂടാശയില് പരിശുദ്ധാത്മാവ് നേടിയല്ലോ, നീ കുമ്പസാര കൂടാശയില് 7 കൂടാശയില് നിനക്ക് പരിശുദ്ധാത്മാവ് കിട്ടിക്കൊണ്ടിരുന്നല്ലോ, നീ കുർബാനയിലെല്ലാം പരിശുദ്ധാത്മാവിനെ കിട്ടുന്നുണ്ടല്ലോ, എന്നിട്ട് നീ അറിഞ്ഞില്ല. ആണല്ലോ, പരിശുദ്ധാത്മാവിനെ ഞാൻ കിട്ടുന്നത് അനുഭവിക്കുന്നില്ലല്ലോ. അപ്പൊ എങ്ങനെ ഈ ഫ്രണ്ട് ആവുക? ഈ ഫ്രണ്ട് ആവലാണ് പിന്നെ ദൈവം കാണിച്ചു തരുന്ന ഓരോ വഴി. എങ്ങനെയാണ് ഇത് ഫ്രണ്ട് ആവുക? ഈ പരിശുദ്ധാത്മാവിനോട് എങ്ങനെ ഫ്രണ്ട് ആവുക? മാതാവിനോട് ഫ്രണ്ട് ആവണം എങ്ങനെയാ? അശുദ്ധ മാതാവേ, ഞാൻ ഉടമ്പടി നിൽക്കാം. അശുദ്ധ മാതാവേ, ഞാൻ 1000 നവയെ ചൊല്ലിക്കോളാം. അശുദ്ധ മാതാവേ, അല്ല കൂടെ 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 വരണം, ഒപ്പിടണം. കർത്താവേ ഞാൻ എല്ലാം ചെയ്യാം. കർത്താവേ തീരത്തെ കൊണ്ട് കഴിയും. കർത്താവേ അവിടെ ഒപ്പിടണം. ഇതുപോലെ ഇവിടെ നടക്കില്ല. പരിശുദ്ധാത്മാവ് കിട്ടണമെങ്കിൽ ഈ ആദ്യം പോയി അനുരഞ്ജനപ്പെടണം. എനിക്കൊരു നല്ല ജോലി വേണം, ദൈവം തന്ന പോലെ ജോലി വേണമെങ്കിൽ നിന്റെ കുടുംബത്തിലോ വീട്ടിലോ ആരോടെങ്കിലും വെറുപ്പ് ഇനി നീ മറക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ പറയണേ, അതല്ലേ ദൈവം പറയണത്. സകല വിദ്വേഷം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പെട്ട അതിൽ പല സകല വിദ്വേഷം എന്നൊരു വാക്കില് തന്നെ ഒരു 1008 കാര്യങ്ങൾ പറയാം. ദേഷ്യം, കുശുമ്പ്, അസൂയ, വീരസം, ഇഷ്ടമില്ലായ്മ, മൂഢാർത്ഥം, അങ്ങനത്തെ പല കാര്യങ്ങളും, വെറുപ്പ്, ഇതൊക്കെ സകല ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റാം. ഈസിയല്ല, ഞാൻ പറഞ്ഞു ഈസിയല്ല. ഈസി ആക്കണമെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യത്തിൽ കൃപ വർഷിക്കപ്പെടണം. കൃപയാണ് നിന്നിൽ പ്രവർത്തിക്കുക. കൃപയാണ് ഡാനിയലിൽ കൂടെ പ്രവർത്തിക്കുന്നത്. കൃപയാണ് നിങ്ങളിൽ കൂടെ പ്രവർത്തിക്കുക. കൃപ മാത്രമാണ് പ്രവർത്തിക്കുക. ഞാൻ പൊട്ടനായിരിക്കും, എനിക്ക് ജ്ഞാനമുണ്ടാവില്ല, ഞാൻ തോന്നുന്നു. ഇപ്പൊ ഈ കൃപയാണ് ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കുന്നത്. കൃപയാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണോ ഇപ്പൊ കേൾക്കണേ? പക്ഷെ ഒരേ യേശുവിനെ പറ്റിയല്ലേ എല്ലാവരും പറയുന്നേ? പല വ്യാഖ്യാനങ്ങളിലല്ലേ, പല ഉൾക്കാഴ്ചകളിലല്ലേ, പല കാലഘട്ടത്തിനനുസരിച്ചിട്ടല്ലേ ദൈവം സംസാരിക്കുക. ദൈവത്തിന്റെ വചനം മാറ്റമില്ല. ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ, ഒരുവൻ തന്നെ, ജീസസ് ക്രൈസ്റ്റ്. അവന് ഫെയിലില്ല. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.
കൊളോസൻസുകാർക്ക് എഴുതിയ 1-ാം അധ്യായത്തില് 26, 27 തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലോ അറിഞ്ഞോ അറിയാതെയോ തന്ത്രപൂർവമായിട്ട് നമ്മള് ഈ പുറത്ത് പോയി ചൂടില് കുറെ നേരം നിന്നാല് നമുക്ക് വെള്ളദാഹം വരും, ആകപ്പാടെ സ്വെറ്റിങ്ങാവും, പിന്നെ അസ്വസ്ഥതകൾ വരും. മനസ്സിലാവുണ്ടോ? നമ്മള് നല്ല ഡ്രസ്സും കാര്യങ്ങളും ഇട്ടുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. മനസ്സിൽ പല ചിന്തകളും ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതിന്റെ ജോലി അത് ചെയ്യും. ചൂടത്ത് പോയി നിന്നാൽ നമുക്കത് കിട്ടും. എന്നതുപോലെ ദൈവം പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ പിശാച് ചെയ്യേണ്ടത് ചെയ്യും. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൂപ്പറായിട്ട്. കാരണം അവന് മനസ്സിലായി നീ തളർന്നു പോകണം, നീ പറയും കണ്ടുപിടിക്കില്ല എന്ന് പറയും, നാളെ കണ്ടുപിടിക്കും. 10 പ്രാവശ്യം കുമ്പസരിക്കും, വീണ്ടും കണ്ടുപിടിക്കും. അശ്ലീല ചിത്രങ്ങൾ കാണും, നീ കാണില്ല എന്ന് പറയും, കാണും. ജഡമോഹങ്ങൾക്ക് നീ അടിമയാവും, അത് ഇതൊക്കെ ആവും. അപ്പൊ ഇതെല്ലാം നമ്മളിലുള്ളതാണ്, നമ്മളുടെ സ്വഭാവത്തിലുള്ളതാണ്. അങ്ങനത്തെ ഏതെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ നീതി നടപ്പിലാക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയില്ല. നമ്മൾ കർത്താവിന്റെ കൂടെ നിൽക്കണം. ക്രിസ്തു നമ്മളിലുണ്ട്, ക്രിസ്തു നമ്മളിലുണ്ട് എന്ന് ഉറപ്പിക്കണം. നമ്മൾ പാപികളല്ല. നീ ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ആരും, യേശുവിന്റെ അടുത്ത് വരുന്ന ആരും പാപികളല്ല. യേശുവിന്റെ ആത്മാവുള്ളവൻ യേശുവിന്റെ ആണ്. അപ്പൊ യേശു നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിതാവും ഈ പരിശുദ്ധാത്മാവും കൂടെ ഉണ്ട്, സംശയം വേണ്ട. അപ്പൊ നമ്മള് മാത്രം നമ്മളെ ഫോക്കസ് ചെയ്താൽ മതി. ഈ കലങ്ങിയ വെള്ളം, ഈ കുളം കുറ്റം പറയുന്നു, എപ്പോഴും കുളം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കലങ്ങിയ വെള്ളം അടിയിൽ കിടപ്പുണ്ട്, അത് കലങ്ങും. അപ്പൊ നമ്മളെ തൊട്ടാൽ നമുക്ക് ദേഷ്യം വരും, വിദ്വേഷം വരും, വെറുപ്പ് വരും. അപ്പൊ ഇതെല്ലാം നമ്മളെ ദൈവത്തേക്ക് സമർപ്പിക്കണം. ഇതാണ് നമ്മള് കുർബാനയില് നമ്മുടെ അവിടെ അവര് പറയും, കുർബാനയില് ഇത് അർപ്പിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ബാഗ് കൊണ്ടുവരും. പൈസ ഉള്ളവര് 100 കൊടുക്കും, 50 കൊടുക്കും. പൈസ ഇല്ലാത്തവര് അവിടെ ഇരിക്കും, പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, പൈസ ഉണ്ടോ പൈസ ഇല്ല, നിന്റെ പൈസ ഒന്നും കർത്താവിന് വേണ്ട. നമ്മുടെ പൈസ ആദ്യം കർത്താവിന് വേണ്ട. പക്ഷെ പൈസ കൊടുക്കുന്നവർക്ക് കൊടുക്കണ്ട, ദശാംശം കൊടുക്കുന്നെങ്കിൽ കൊടുക്കാം. പക്ഷെ അവിടെ പ്രാർത്ഥിക്കുന്ന സമയം, ആ ദശാംശം കൊടുക്കുന്ന സമയത്ത് ആ ബലിയർപ്പിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, അത് വിശാലമാക്കി എടുക്കരുത്. അവിടെ ആ ദശാംശ പ്രാർത്ഥന, അവിടെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ അവിടെ ഇരുന്ന് കൈ വിരിച്ച് പറയണം, കർത്താവേ ഞാൻ ബലഹീനനാണ്, എനിക്ക് എന്റെ ഭാര്യയോട് ദേഷ്യമുണ്ട്, എനിക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എന്റെ അപ്പൻ കുടിക്കുന്ന അപ്പനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതാണ് നിന്റെ ദശാംശം, ഇതാണ് നീ ദശാംശം കൊടുക്കുന്നത്. നിന്റെ എന്തുണ്ട് അതാണ്. അത് കൊടുത്താൽ 5000 പേർക്ക് കിട്ടും. 5000 പേർക്ക് കിട്ടും. അഞ്ചപ്പവും ഇത് പറഞ്ഞില്ലേ, ദൈവം പറഞ്ഞില്ലേ 50 പേരാക്കി. എന്തിനാ ദൈവം പറഞ്ഞത്? നമ്മുടെ ഉള്ളു തുറന്നിട്ട്, ഉള്ളു തുറക്കണം.
ദൈവമേ എനിക്ക് ജോലിയില്ല കർത്താവേ, എനിക്ക് ആരോടും പറയാനില്ല കർത്താവേ. പറയണം അവിടെ പറയണം. ആ ദശാംശ സമയത്ത് പറയണം, എനിക്ക് ജോലി ഇല്ലാണ്ട് ഞാൻ വിഷമിക്കുന്നു. ഇനി അതിന് കിട്ടാത്ത എന്ത്, ഞാൻ 4-5 സ്ഥലത്ത് ഇന്റർവ്യൂക്ക് പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, ബയോഡേറ്റ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആരും വിളിക്കുന്നില്ല. കർത്താവ് എന്താണെന്ന് അറിയില്ല, നിന്റെ പദ്ധതി എന്താണെന്ന് അറിയില്ല. ദൈവമേ എനിക്ക് ഇനി കാണിച്ചു തരണം, അയാൾ വിറ്റി എനിക്ക് കാണിച്ചു തരണം എന്ന് നിങ്ങൾ 4 ബലിയിൽ നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ മാജിക് കാണും. ആ ദശാംശത്തിന്റെ ഇടയിൽ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാജിക് കാണാൻ പറ്റും. അടയാളത്തിലും അത്ഭുതത്തിലും നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ, ആനന്ദം കിട്ടണമെന്ന് കാണും. അയ്യോ, ഞാൻ ഇന്നവരെ വിചാരിച്ചില്ല കേട്ടോ എന്റെ വീട് വിൽക്കാൻ പറ്റുമെന്ന്, ആ സ്ഥലം നല്ല വിലക്ക് വിറ്റിട്ടോ. അയ്യോ, ഞാൻ ഒന്നും വിചാരിച്ചില്ല കേട്ടോ ഈശ്വരാ, ഞാൻ വിചാരിച്ചേ ഇല്ല എന്റെ അപ്പന്റെ കഴുത കൂടി മാറിയിരുന്നു, അച്ഛനും പ്രസരിക്കാൻ പോയിരിക്കുന്നു. മാജിക് ഇവിടെ നടക്കും. ഡിവൈനിലേക്ക് പോകണമെന്നും വേണ്ട. ഡിവൈനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മൊത്തം സമർപ്പണം ചെയ്യാണ്, ട്രെയിനിങ് തന്നിട്ട് ഒരാഴ്ചക്ക് അത് ചെയ്ത് കൗൺസിലിംഗ് തന്നു, നിങ്ങളുടെ മണ്ടയൊക്കെ മാറ്റി റെഡിയാക്കി. ആ 7 ദിവസം ഇവിടെ അയക്കൂ, ഇത് സംസ്ഥയിലായി. ഓക്കെ, നല്ല ദൈവം. ഞാൻ എന്തിനാ ഈ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞിട്ട് പോവാന്ന്. നിങ്ങൾക്ക് ഇവിടെ ഹീലിംഗ് നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നു. ഹീലിംഗ് നടക്കുന്നു. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ് നടക്കുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തുന്നു, പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. വയറ് സംബന്ധിച്ച്, കുടല് സംബന്ധിച്ച്, ഗ്യാസ് ട്രബിൾ സംബന്ധിച്ച്, ഈ ഗ്യാസ് ട്രബിളും കുടലും ഈ ബന്ധപ്പെടുത്തി വേദനയുള്ള 2 പേരെ ദൈവം സുഖപ്പെടുത്തുവായി കാണിക്കുന്നു. അപ്ലൈ ചെയ്തത് വീണ്ടും തിരിച്ചും അപ്ലൈ ചെയ്യുവാൻ 2 പേർക്ക് ഒരു പ്രേരണ ദൈവം തരുകയാണ്. ഹല്ലേലൂയ. കാലിന്റെ മുട്ടിന്റെ, അതായത് ആ കാലിന്റെ ഏറ്റവും അടിയിലെ മുട്ടിന്റെ പാദത്തിൽ ഒരു കുത്തുന്ന വേദന ദൈവം അവരോട് പറയുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൽ നിന്നും അകന്നു പോകരുത്, നീ അത്ഭുതം കാണുമെന്ന് ഒരു വ്യക്തിയോട് ശബ്ദമായി ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. മദ്യപിക്കുന്ന 3 പേരെ ദൈവം പറയുകയാണ്, മദ്യപാനം കർത്താവിന്റെ അല്ല, പരിശുദ്ധാത്മാവിന്റെ അല്ല, നീ എന്നിൽ നിന്നും അകന്നു പോകരുതേ മകനെ മകളെ എന്ന് 3 പേരോട് ആജ്ഞാപിച്ച് കർത്താവ് പറയാണ്, മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ചെയ്യുക എന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. പല്ലുവേദന, മോണവേദന, പല്ലുവേദന, മുകളിൽ താഴെ വേദനിക്കുന്ന ആ ഒരു വ്യക്തിയെ ദൈവം പറയുകയാണ്, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ. ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൂദാശയില് വിഘ്നം വരുത്തിയിട്ടുണ്ടെങ്കിൽ, തടസ്സം വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ കൂദാശ ചെയ്യാൻ ദൈവം അത് താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ.
അങ്ങ് തന്നിട്ടുള്ള വലിയ കൃപ കർത്താവെ ഞങ്ങളെ നഷ്ടമാകാതിരിക്കുവാൻ അങ്ങോട്ട് ചേർന്ന് നിൽക്കുവാൻ എന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ വ്യക്തിത്വത്തിലേക്ക് കർത്താവെ കൂടുതൽ കൂടുതൽ എടുക്കുവാൻ കർത്താവെ ഞങ്ങളെ നീ ക്ലിയർ ചെയ്യണമേ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും ഇത് തിരുരക്തം കൊണ്ട് കർത്താവെ കൂട്ടായ്മയും ഞങ്ങളെയും കർത്താവെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈശോയെ അന്ന് പഠിപ്പിച്ച വലിയ പ്രാർത്ഥന നിർത്തി പ്രാർത്ഥിക്കുക ഓരോരുത്തരും സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി അമ്മേ ഇന്ന് ഇവിടെ ലോകത്തില് എവിടെയെല്ലാം മാതാവിനെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രവചിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിന്റെ കൂടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചേർത്ത് വെച്ച് നിങ്ങൾ അമ്മയുടെ കുമാരൻ പറയുന്നത് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിത്വത്തെ കൂടുതൽ അറിയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കൂട്ടായ്മയിൽ എല്ലാവരെയും സമർപ്പിക്കുന്ന ഈ കുടുംബത്തെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും അമ്മ മാതാവേ ഈ നിമിഷം തൊട്ട് അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നമുക്കെല്ലാവർക്കും ബ്രദറിനെയും കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബ്രദറിന്റെ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ